ാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 1076/26 തൊട്ടിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 41 കേട്ടോ, 41 തൊട്ടിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജാനുവരി 11, 2026 ഇനി നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് വൺ വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് IMBS. IMBSുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് NPCI ആണ്. ഇറ്റ് അലൗസ് ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫർ. അപ്പോൾ അതൊക്കെ ശരിയാണ് അല്ലേ. ഈ ഫെസിലിറ്റി NPCIയുടെ പ്രോഡക്റ്റാണ് IMBS എന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് അലൗസ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഓൺലി ത്രൂ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് തെറ്റായ പ്രസ്താവനയാണ്. IMBS ട്രാൻസാക്ഷൻ ക്യാൻ ബി ഡൺ ത്രൂ ബാങ്ക് ബ്രാഞ്ച്. ബാങ്ക് ബ്രാഞ്ചിലൂടെ നടക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, ബാങ്ക് ബ്രാഞ്ചസിലൂടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാവുന്നത് ഏതാണ്? C ആണ് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് C ആണ് തെറ്റായ പ്രസ്താവന. മൊബൈൽ ഫോണിലൂടെ മാത്രമല്ല നടക്കുള്ളൂ, ത്രൂ ബാങ്ക് ബ്രാഞ്ച് ഓൾസോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഇൻ്റർബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസമാണ് IMBS എന്ന് പറഞ്ഞാൽ. നമുക്ക് IMBS ചോദിക്കാറുണ്ട് എപ്പോഴും. 24x എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ IMBS ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. റിയൽ ടൈം ആണ്, 24x7 ആണെന്നൊന്ന് നോക്കി വയ്ക്കുക. ലോഞ്ച് ചെയ്തത് മാനേജ് ചെയ്യുന്നതും NPCI ആണ്. 22/11/2010 ആണ്. ഓർമ്മ ഒന്ന് ജസ്റ്റ് ഡേറ്റൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു സുഖമുള്ള എളുപ്പമുള്ള നമ്പറാണ് 22/11/2010 കേട്ടോ. ഇതിൽ ക്രോസ് ബോർഡർ എഗ്രിമെൻറ്റൊക്കെ പോസിബിൾ ആണ് കേട്ടോ. ക്രോസ് ബോർഡർ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. മിനിമം ലിമിറ്റ് പറയുന്നത് 1 രൂപയാണ്. മാക്സിമം ലിമിറ്റ് 5 lakh പെർ ഡേ ആണ്. സം ബാങ്ക്സ് ചിലവർ അതിലും ലോവർ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ബാങ്ക്സുകൾ കേട്ടോ, ബാങ്കുകൾ. പിന്നെ ഇതെപ്പോഴും അവൈലബിൾ ആണ്. 24 നമ്മൾ 7x365 എന്ന് പറയുന്ന പോലെ ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ്. അന്ന് ശ്രദ്ധിക്കുക, ഹോളിഡേയ്സിലും കൂടി ഇത് അവൈലബിൾ ആണ് എന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ MMI കോഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ MMI കോഡ് മൊബൈൽ മണി ഐഡൻറ്റിഫയർ എന്നാണ് പറയുക. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ MMIയിൽ 7 ഡിജിറ്റ് കോഡാണ് ഉള്ളത്. 7 ഡിജിറ്റ് കോഡാണ് ബാങ്ക്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഫോർ കസ്റ്റമേഴ്സ് ഫെസിലിറ്റേറ്റിംഗ് സെക്യൂർ ആൻഡ് ഇൻസ്റ്റൻറ്റ് ഫണ്ട് ട്രാൻസ്ഫേഴ്സ് പ്രൈമർലി ത്രൂ IMBS യൂസിങ് എ മൊബൈൽ ഫോൺ വിത്തൗട്ട് നീഡിങ് ടു ഷെയർ അക്കൗണ്ട് നമ്പേഴ്സ് ഓർ IFSC കോഡ് ഷെയർ ചെയ്യാതെ ഈ ഒരു കോഡിലൂടെ MMIDയിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനൊരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ NPCI ആണ് ലോഞ്ച് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. 24x7 ആണ്. മിനിമം ലിമിറ്റ് 1 ആണ്. മാക്സിമം ലിമിറ്റ് 5 lakhs പെർ ഡേ ആണ്. പിന്നെ 22/11/2010 ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്രോസ് ബോർഡർ എഗ്രിമെൻറ്റ് പോസിബിൾ ആണെന്ന് ഓർക്കുക. ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫർ ആണ്. NFSലൂടെ നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ചിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അവൈലബിലിറ്റി ചോദിച്ചാൽ ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ആൻ പേയ്മെൻറ്റ് സിസ്റ്റം. ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ട്രൂ ആയത് ഏതാണെന്ന്. പേയ്മെൻറ്റ് സിസ്റ്റം റിക്വയർഡ് ഓൺലി എ മെസ്സേജിംഗ് സിസ്റ്റം. ഇറ്റ് റിക്വയർസ് ഫിസിക്കൽ എക്സ്ചേഞ്ച് ഓഫ് മണി. ദിസ് സിസ്റ്റം ഇൻവോൾവ്സ് മെസ്സേജിംഗ് ആസ് വെൽ ആസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. പേയ്മെൻറ്റ് റിക്വയർസ് ഓൺലി എ സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അപ്പോൾ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്താണ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദിസ് സിസ്റ്റം ഇൻവോൾവ്സ് മെസ്സേജിംഗ് ആസ് വെൽ ആസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദിസ് സിസ്റ്റം ഇൻവോൾവ്സ് മെസ്സേജിംഗ് ആസ് വെൽ ആസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓൺലി മെസ്സേജിംഗ് സിസ്റ്റം മാത്രമല്ല, ഇവിടെ സെറ്റിൽമെൻറ്റും കൂടി ഉണ്ട് കേട്ടോ. സെറ്റിൽമെൻറ്റ് സിസ്റ്റവും കൂടി ഇൻക്ലൂഡാണ്. അപ്പോൾ അതാണ് പേയ്മെൻറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആൻ പേയ്മെൻറ്റ് സിസ്റ്റം ഒരു ഡിജിറ്റൽ ഫ്രെയിം വർക്കാണ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ഓവർ ആൻ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. ഇറ്റ് റിക്വയർസ് 2 ക്രിട്ടിക്കൽ കോമ്പണൻ്റ് ആണ് ഇത് എഫക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടത്. ഒന്ന് മെസ്സേജിംഗ് സിസ്റ്റം, അതെന്ന് പറഞ്ഞാൽ മെസ്സേജിംഗ് സിസ്റ്റം വേണം, പിന്നെ ഒരു സെറ്റിൽമെൻറ്റ് സിസ്റ്റവും വേണം. അപ്പോൾ രണ്ടും ഉണ്ട്. 2 ക്രിട്ടിക്കൽ കോമ്പണൻ്റ് ആണ് എന്തിനുള്ളത്? പേയ്മെൻറ്റ് സിസ്റ്റത്തിലുള്ളത്. ഒന്ന് മെസ്സേജിംഗ് സിസ്റ്റം ആൻഡ് അതർ വൺ ഈസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം.
മെസ്സേജിംഗ് സിസ്റ്റം ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ പെയർ ആൻഡ് അതുപോലെ പേയി ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഓതറൈസ് ആൻഡ് കൺഫേം ദ ട്രാൻസാക്ഷൻ. സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ദിസ് ഈസ് ദ ആക്ച്വൽ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഫ്രം ദ പെയർ. അവിടെ മെസ്സേജിംഗ് സിസ്റ്റത്തിൽ ആദ്യം എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ് നടക്കുന്നത്, അതിനുശേഷം സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിൽ നടക്കുന്നത് ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ആണ് കേട്ടോ. ആക്ച്വൽ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഫ്രം ദ പേയേഴ്സ് അക്കൗണ്ട് ടു പേയീസ് അക്കൗണ്ട്. അപ്പോൾ അവരുടെ ഒബ്ലിഗേഷൻ അവിടെ ഡിസ്ചാർജ് ആവുകയാണ്. അപ്പോൾ ഇത് രണ്ടും നടക്കുന്നതാണ് ഈ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ. ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ, ഗുഡ്സിൻ്റെ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏത് ആക്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ആക്ടിൻ്റെ വർഷം ഉണ്ടായിരുന്നില്ല, വർഷം നമ്മളൊന്ന് പഠിച്ചോളൂ കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ആണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ചിലപ്പം ഇടയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ, അങ്ങനെ ആക്ടിൻ്റെ ഇയർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇയർ ഒന്ന് നമ്മൾ വെച്ചതാണ്, അപ്പം ഒന്ന് പഠിച്ചോളൂ കേട്ടോ ഇയർ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഏതാ വർഷം? 1882 ആണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ്. ഇൻകം ടാക്സ് ആക്ട് 1961ഉം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 കേട്ടോ. ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് 1882, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, ഇൻകം ടാക്സ് ആക്ട് 1961 ആൻഡ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പോൾ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ സ്പെസിഫിക്കലി ഡിഫൈൻ ചെയ്യുന്നത് 2 സബ്സെക്ഷൻ 4ലാണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ് കേട്ടോ. 1930 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. അതിലാണ് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ഡിഫൈൻ ചെയ്യുന്നത്. 2(4) ആണ് കേട്ടോ. സെക്ഷൻ 2 സബ്സെക്ഷൻ 4ലാണ് ഈ ഒരു ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്നത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അത്രയും പഠിച്ചില്ലെങ്കിലും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പഠിക്കുക, 1930 എന്നും പഠിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചെറിയ കറക്ഷൻ പറയാനുണ്ടേ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടി വാച്ച് ചെയ്തപ്പോൾ ആൾ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് തന്നെയാണത്. വളരെ താങ്ക് യു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം കേട്ടോ. 36-ലായിരുന്നു ഓംബുഡ്സ്മാൻ്റെ കേസിലായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ലാസ്റ്റ്, അതായത് കംപ്ലൈൻറ്റ് മെയ്ഡ് ആഫ്റ്റർ 1 ഇയർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ എഴുതിയതും പറഞ്ഞതും ആഫ്റ്റർ 1 ഇയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആഫ്റ്റർ 1 ഇയർ അല്ല, വിത്തിൻ 1 ഇയർ ആണ് കേട്ടോ പഠിക്കേണ്ടത്. ആൻസറും വിത്തിൻ 1 ഇയർ ആണ്. 30 ദിവസം ആദ്യം നമ്മൾ റെഗുലേറ്റഡ് എൻറ്റിറ്റിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് ഒന്നുകിൽ റിജക്ഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ കംപ്ലൈൻറ്റ് അവർ തന്നിട്ടുള്ള ആ ഒരു അവാർഡ് നമുക്ക് എന്തായില്ല, ശരിയായെന്ന് തോന്നുന്നുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും ഗ്രീവൻസസിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാന്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യേണ്ടത് വിത്തിൻ 1 ഇയർ ആണ്. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയതിന് ശേഷം വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യുക, വിത്തിൻ 1 ഇയർ എന്ന് പഠിക്കണേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 36th ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. ഓക്കെ. അപ്പോൾ ഈ പേയ്മെൻറ്റ് സിസ്റ്റം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ടൈറ്റിൽ ടു ഗുഡ്സ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ പറയുന്നത് ഇതാ 2 സബ്സെക്ഷൻ 4 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. RBIയുടെ കുറച്ചധികം നോക്കാണ്ടതിൽ വേഗം പറഞ്ഞു പോവാം. സെലക്ട് വൺ വിച്ച് ഈസ് നോട്ട് എ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ. അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ക്രെഡിറ്റ് കൺട്രോൾ മെഷർ അല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളതൊക്കെ അറിയണം, എന്നാലേ നമുക്ക് അല്ലാത്ത പറയാൻ പറ്റുള്ളൂ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഡിമാറ്റ് അക്കൗണ്ട് ആണെന്ന്, ഒറ്റ നോട്ടത്തിൽ അറിയാം അല്ലേ, ഡിമാറ്റ് അക്കൗണ്ട് ആണെന്ന്. SLRും ബാങ്ക് റേറ്റും CRRും ഒക്കെ ക്രെഡിറ്റ് കൺട്രോൾ മെഷറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മെഷറൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ, ഒന്ന് ഓടിച്ചിട്ട് പോകാം, നിങ്ങൾക്കൊരു റിവിഷനായി. അപ്പോൾ നോക്കാം. ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്. ആദ്യം ക്വാണ്ടിറ്റേറ്റീവാണ് പറയണത്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ആദ്യം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് നോക്കാം. ക്വാണ്ടിറ്റി എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ റേറ്റുകളാണ് ക്വാണ്ടിറ്റിയിൽ വരുന്നത്. ബാങ്ക് റേറ്റ് പോളിസി എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോങ് ടേം ലോൺസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ. റേസിങ് ഇറ്റ് ഇൻക്രീസസ്, ബോറോയിങ് കോസ്റ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും അത് കൂട്ടുമ്പോൾ. ഓക്കെ, ചിലവ് ബോറോയിങ് കോസ്റ്റ് കൂടും. എന്ത് കൂടുമ്പോൾ? ബാങ്ക് റേറ്റ് കൂടുമ്പോൾ കേട്ടോ. ബാങ്ക് റേറ്റ് പോളിസി എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് RBI ലെൻസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോർ ലോങ് ടേം ലോൺസ്. ഓക്കെ, ലോങ് ടേം ലോൺസ് ആണ്, ശ്രദ്ധിക്കുക.
പിന്നെ അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ടാക്സ്, ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് ആണ് മൊത്തം പറയുന്നത്. പിന്നെ റിപ്പോ ആണ് കേട്ടോ. റിപ്പോ എന്താണ്? റേറ്റ് അറ്റ് വിച്ച് RBI lends ഷോർട്ട് ടേം മണിയാണ്. ഷോർട്ട് ടേം മണി ടു ബാങ്ക്സ്, ഹയർ റേറ്റ്സ്, ടൈറ്റൺ ലിക്വിഡിറ്റി ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ റേറ്റ് ടൈറ്റൺ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് റിപ്പോ റേറ്റ്. പിന്നെ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ പിന്നെ എക്സസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി, ബാങ്കുകളിൽ എക്സസ് ഫണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ സർപ്ലസ് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തിരിച്ച് RBIയിലേക്ക് തന്നെ എത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? റിവേഴ്സ് റിപ്പോ റേറ്റിലൂടെ എക്സസ് ലിക്വിഡിറ്റി എന്ന് തന്നെയാണ് പറയുക. എക്സസ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്? ഈ റിവേഴ്സ് റിപ്പോ റേറ്റുകൾ വെച്ചിട്ട് ഫണ്ട്, എക്സസ് ആയിട്ടുള്ള ഫണ്ടുകൾ RBIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന് കൊടുക്കുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ്. പിന്നെ CRR ആണ്, അത് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ്, ബാങ്കിൽ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ടതാണ് CRR എന്ന് പറഞ്ഞാൽ. പിന്നെ SLR ആണ്, അതും പിന്നെ കീപ്പ് ചെയ്യേണ്ട പ്രൊപ്പോർഷൻ തന്നെയാണ്, മസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ലിക്വിഡ് അസറ്റ് ഗോൾഡിലും സെക്യൂരിറ്റീസിലുമാണ് കേട്ടോ, മറ്റത് ക്യാഷിലാണ്, ക്യാഷ് റിസർവ് റേഷ്യോ ക്യാഷാണ്. SLR ആണെങ്കിൽ ഗോൾഡും പറ്റും സെക്യൂരിറ്റീസും പറ്റും, രണ്ടും പറ്റും. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക RBI, അല്ലേ? അതിനനുസരിച്ചും അവർക്ക് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, മണി സപ്ലൈ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയാണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എമർജൻസി വിൻഡോ ആണെന്ന് പറയാം, അല്ലെങ്കിൽ എമർജൻസി ബോറോയിങ് വിൻഡോ ആണ്. ബാങ്കിന് അപ്രൂവ്ഡ് സെക്യൂരിറ്റി വെച്ചിട്ട് പെട്ടെന്ന് പണം കൊടുക്കുക, അല്ലേ? അതാണ് MSFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഉള്ള റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് നോക്കുക. പിന്നെ ക്വാളിറ്റേറ്റീവാണ്. ക്വാളിറ്റേറ്റീവിലുള്ളത് മാർജിൻ റിക്വയർമെൻറ്റ് നോക്കാറുണ്ട് ക്വാളിറ്റേറ്റീവിൽ. അത് മാർജിൻ റിക്വയർമെൻറ്റ് എങ്ങനെയാണ് നോക്കാമെന്ന് വെച്ചാൽ, കൊളാട്രലിൻ്റെ വാല്യൂ എത്ര മൈനസ് ലോൺ ഗ്രാൻഡ്, അതാണ് മാർജിൻ ഫിക്സ് ചെയ്യേണ്ടത്. കൊളാട്രലിൻ്റെ വാല്യൂ എത്രയാണോ അത്. ഇപ്പോൾ ഒരു 50 ലക്ഷത്തിൻ്റെ സാധനമാണെങ്കിൽ ലോൺ ഗ്രാൻഡ് ചെയ്തത് കുറച്ചിട്ട്, അതാണ് മാർജിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി, മൊത്തം കൊടുക്കാൻ പറ്റുമോ? 50 ലക്ഷത്തിന് 50 ലക്ഷവും കൊടുക്കാൻ പറ്റില്ല. 50 ലക്ഷത്തിന് എത്ര ലോൺ കൊടുക്കാം എന്നൊരു മാർജിൻ ആദ്യമേ അവർ ഫിക്സ് ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി ആൻഡ് ദ ലോൺ എമൗണ്ട് മോഡിഫൈഡ് ടു റെസ്ട്രിക്റ്റ്, അല്ല ക്രെഡിറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. കൂടുതൽ എക്സസ് ആയിട്ട് ഫണ്ട് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് മാർജിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയാണ് നോക്കാമെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് കൊളാട്രൽ മൈനസ് ലോൺ ഗ്രാൻഡഡ് ആണ് മാർജിൻ റിക്വയർമെൻറ്റ് കേട്ടോ. പിന്നെ മോറൽ സാക്ഷൻ, ഇൻഫോർമൽ അഡ്വൈസ് കൊടുക്കും ബാങ്ക്സിന്, കറക്റ്റായിട്ടുള്ള ഡയറക്റ്റീവ്സ് ഒക്കെ ഫോളോ ചെയ്യണം എന്ന് പറയും RBI. ക്രെഡിറ്റ് റാഷനിങ് ഉണ്ട്, ലിമിറ്റിംഗ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് അവൈലബിൾ, സ്പെസിഫിക് സെക്ടേഴ്സിന് ഇത്ര ക്രെഡിറ്റ് അലൗ ചെയ്യണം എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ് ആക്ഷൻസ് ഉണ്ട്, ഇന്ന് ഈ പറഞ്ഞൊന്നും കേട്ടില്ലെങ്കിൽ പെനാലിറ്റീസും റെസ്ട്രിക്റ്റീവ് ആക്ഷൻസും ഒക്കെ ആരെടുക്കുന്നുണ്ട്? RBI എടുക്കുന്നുണ്ട്. അതൊക്കെ ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ റേറ്റുകളും കാര്യങ്ങളും മൊത്തം എവിടെ പോവും? ക്വാണ്ടിറ്റേറ്റീവിൽ പോവും. ഈ മാർജിൻ റിക്വയർമെൻറ്റ്സ്, മോറൽ സ്വാഷൻ, അതായത് അച്ചടക്ക നടപടികൾ, അത് പിന്നെ ഉപദേശം, അല്ലേ, ക്രെഡിറ്റ് റേഷനിങ്, ഡയറക്റ്റ് ആക്ഷൻ, ഇതൊക്കെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റേറ്റീവിലാണ്. മറ്റേത് ക്വാണ്ടിറ്റി ഉണ്ട്, അളവിന് അളന്ന് മുറിച്ചാണ് കൊടുക്കുന്നത്. അതൊക്കെ റേറ്റുകളാണല്ലോ, റേറ്റുകളൊക്കെ അളന്ന് മുറിച്ച് തിട്ടപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റിയാണ്, മറ്റേതൊക്കെ ക്വാളിറ്റേറ്റീവ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്തത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മെർജിങ് ദ ബാങ്ക് ഓഫ് ബോംബെ, അതുപോലെ ബാങ്ക് ഓഫ് കൽക്കത്ത, പിന്നെ ഉള്ളത് ബാങ്ക് ഓഫ് മദ്രാസ് ആണ്. പക്ഷെ അതിവിടെ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഉത്തരം നമുക്ക് നൺ ഓഫ് ദീസ് കൊടുക്കാം, അല്ലേ? അതിവിടെ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ D ആണ് ഉത്തരം വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇമ്പീരിയൽ ബാങ്കിൻ്റെ ഡേറ്റ് പഠിക്കണം. 27/1/1921 ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെ ആയിരുന്നു കേട്ടോ. 80% അവരുടെ ഫണ്ടും പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലായിരുന്നു. 80% ഫണ്ടും ആരുടെ കയ്യിലായിരുന്നു? പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലായിരുന്നു. നമ്മുടെ റിസർവ് ബാങ്ക് വരുന്നതിന് മുൻപ് നമ്മുടെ റിസർവ് ബാങ്ക് ഫങ്ഷൻസ് ഒക്കെ ചെയ്തിരുന്നത്, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നിർവഹിച്ചിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 80% ഫണ്ട് പ്രൈവറ്റിൻ്റെ കയ്യിലും 20% ആണ് ഗവൺമെൻറ്റിന് ഫണ്ട് ഉണ്ടായിരുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളൂ. സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ചെയ്തിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് കൽക്കത്ത, ബാങ്ക് ഓഫ് മദ്രാസ്, അതിൻ്റെ ഇയറൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം. ആ ഭാഗമൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം
ബാങ്ക് ഓഫ് മദ്രാസ് ആയിരുന്നു. അത് തരാത്ത കാരണം നമ്മൾ നൺ ഓഫ് ദിസ് കൊടുക്കുക. ഡേറ്റ് ഒന്ന് പഠിച്ചോളൂ. 27/1/1921. 21 പഠിച്ചാൽ മതി. പിന്നെ 27 നമുക്ക് സുഖമാണല്ലോ ഓർക്കാൻ. 27 പിന്നെ 1 1921. 1921 പഠിച്ചാൽ 27/1 നമുക്ക് ഫ്രണ്ടിൽ ഇട്ട് കൊടുത്താൽ ഡേറ്റായി. അടുത്തത് നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരുടെ ഹൈ ലെവൽ ഗ്രൂപ്പ് ചെയർ ചെയ്തിരുന്ന ആരുടെ റെക്കമെൻഡേഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സി രംഗരാജൻ ഉണ്ട് ഓപ്ഷനിൽ, കല്യാണസുന്ദരം ഉണ്ട്, എൻ വാഘുലുണ്ട്, നരസിംഹ ഉണ്ട്. അപ്പോൾ NHB എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? ജൂലൈ 9, 1988. 1988 പഠിക്കുക കേട്ടോ. നാഷണൽ ഹൗസിംഗ് ബാങ്ക് വന്നത് 1988 ജൂലൈ 9. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഹൈ ലെവൽ ഗ്രൂപ്പ് ചെയർഡ് ബൈ ഡോക്ടർ സി രംഗരാജൻ. അപ്പോൾ ഉത്തരം വരുന്നത് ആരാ? രംഗരാജനാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ജൂലൈ 9, 1988. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഹൈ ലെവൽ ഗ്രൂപ്പ് ചെയർഡ് ബൈ ഡോക്ടർ സി രംഗരാജൻ. ഓക്കെ. പിന്നെ ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഹൈ ലെവൽ ഗ്രൂപ്പ് വാസ് സെറ്റപ്പ് ടു എക്സാമിൻ ദ പ്രൊപ്പോസൽ ഓഫ് സബ് ഗ്രൂപ്പ് ഓൺ ഹൗസിംഗ് ഫിനാൻസ് 7th 5-year പ്ലാനിൽ കേട്ടോ. 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ വിച്ച് ഹാഡ് റെക്കമെൻഡഡ് ക്രിയേഷൻ ഓഫ് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണം ഹൗസിംഗ് ഫിനാൻസിന് എന്ന് പറഞ്ഞതാണ് ഈ രംഗരാജൻ. ഡെപ്യൂട്ടി ഗവർണറായിരുന്നു RBIയുടെ ആ സമയത്ത്. പിന്നെ ജനുവരി 1988 RBI ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് CS കല്യാണസുന്ദരത്തിന് കേട്ടോ. അത് സ്റ്റഡി ഗ്രൂപ്പ് ഓൺ ഫാക്ടറിങ് സർവീസാണ്. ചിലപ്പോൾ അത് ചോദിച്ചാലോ. സ്റ്റഡി ഗ്രൂപ്പ് ഓൺ ഫാക്ടറിങ് സർവീസ് ആരുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കല്യാണസുന്ദരം കേട്ടോ. കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് 1988. ഏകദേശം കാലഘട്ടമൊക്കെ സെയിം ആണ് കേട്ടോ. ഓക്കെ. ഇവിടെയും 1985-90 7th 5-year പ്ലാനിൽ. പിന്നെ ഈ 88 വന്നത് ഹൗസിംഗ് ബാങ്ക്. അതിന് മുമ്പെയാണ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. സോ അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റഡി ഗ്രൂപ്പ് ഓൺ ഫാക്ടറിങ് സർവീസ് ആരാ? കല്യാണസുന്ദരം കേട്ടോ. അതും 1988. പിന്നെ വാഘുൽ കമ്മിറ്റി ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ മണി മാർക്കറ്റ്സ് വർക്കിംഗ് ആണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നരസിംഹം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വാഘുൽ കമ്മിറ്റി പറയുന്നത് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ വർക്കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ പാറ്റേൺ ഓഫ് മണി മാർക്കറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. വെദർ ദീസ് ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് ഓർ ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ്. അതൊക്കെയാണ് ഈ വാഘുൽ കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ടതാണ്. സോ കേൾക്കാത്തതായ കാരണമാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയുന്നത്. ചിലപ്പോൾ ചോദിച്ചാലോ വാഘുൽ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന്. റിലേറ്റഡ് ഫാക്ട്സ് തപ്പി പഠിക്കണം കേട്ടോ നിങ്ങൾ. അപ്പോഴേ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുള്ളൂ. ടു റെക്കമെൻഡ് ദ പാറ്റേൺ ഓഫ് മണി മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ടു ഇൻഡിക്കേറ്റ് വെദർ ദീസ് ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് ഓർ ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ് ഗ്രൂപ്പ്. അതായത് ഈ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തത് ജാനുവരി 1987 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. വാഘുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ വർക്കിങ്സുമായി ബന്ധപ്പെട്ടത് 86 തുടങ്ങി 87 റിപ്പോർട്ട് കേട്ടോ. പിന്നെ 88 നമ്മുടെ ഫാക്ടറിങ് സർവീസിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് വന്നത് CS കല്യാണസുന്ദരം. പിന്നെ ഡോക്ടർ സി രംഗരാജൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? NHBയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സോ അത് മൂന്നും ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. DFHI ഏതാ വർഷം? DFHIയുടെ വർഷം ഏതാ? 1988 കേട്ടോ. 1988 DFHI. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് RBI ആണ് ഇൻ 1988. ആരായിട്ട് കൊളാബറേഷൻ ഉണ്ട് ഇവർക്ക്? പബ്ലിക് സെക്ടർ ബാങ്കുകളും അതുപോലെ നമ്മുടെ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. എന്താ ഈ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പെടും? SIDBI പെടും, പിന്നെ അതുപോലെ നമ്മുടെ NABARD പെടും. അങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതാണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അപ്പോൾ എക്സിം ബാങ്ക് അങ്ങനത്തെ സംഭവം. അപ്പോൾ അതാണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പബ്ലിക് സെക്ടർ ബാങ്കുകളും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്തോളൂ. അതാണ് സംഭവം. 1988 ഏപ്രിലാണ് തുടങ്ങുന്നത് കേട്ടോ.
ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ. സെക്ഷൻ 131 ചോദിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 131 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 131 ഇതിലില്ല, ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതിലില്ലാത്തതാണ് 131 പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിങ് ബാങ്കറാണ് കേട്ടോ. ഓക്കെ, കളക്ടിങ് ബാങ്കറുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ പറയുന്നതാണ് എന്ത്? സെക്ഷൻ 131. അതുകൊണ്ട് തന്നെ ഉത്തരം എന്താണ്? നൺ ഓഫ് ദീസ് ആണ് വരിക. ഓക്കെ, നൺ ഓഫ് ദീസ് ആണ് വരിക കേട്ടോ. അപ്പോൾ 131 എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിങ് ബാങ്കർ ഗുഡ് ഫെയ്ത്തിലോ അല്ലെങ്കിൽ വിത്തൗട്ട് നെഗ്ലിജൻസ് ആയിട്ടോ ആണ് പിന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കളക്ടിങ് ബാങ്കർ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രോസ്ഡ് ചെക്കുമ്പോൾ എന്താണ്? ഡിഫക്റ്റീവ് ആണെങ്കിൽ പോലും ആൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും എന്ന് പറയുന്നതാണ് 131. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അത് അല്ലേ. ഓക്കെ, അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോകണം. സെക്ഷൻ 131 നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എന്താ 131 നമ്മൾ പറഞ്ഞത്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിങ് ബാങ്കറാണ് 131 കേട്ടോ. അതേപോലെ അതായത് നോൺ ലയബിലിറ്റി ഓഫ് ബാങ്കർ റിസീവിങ് പേയ്മെൻറ്റ് ഓഫ് ചെക്ക് 131. നോൺ ലയബിലിറ്റി ഓഫ് ബാങ്കർ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഓക്കെ, ക്രോസ്ഡ് ചെക്കുമ്പേലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതൊക്കെ. ക്രോസ്ഡ് ചെക്കിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട് അല്ലേ. 130 ചെക്ക് ബിയറിംഗ് നോട്ട് നെഗോഷ്യബിൾ ആണെങ്കിൽ എന്താണ്? അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ചെക്ക് ക്രോസിങ്ങുമായി പറഞ്ഞത് ഏതാണ്? 123 അല്ലേ. 1, 2, 3 എന്നതാണ് ചെക്കിൻ്റെ ക്രോസിങ്. ചെക്ക് ക്രോസ്ഡ് ജനറൽ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? 123. 124 എന്താണ്? സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. 124 സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. ഓക്കെ, 125 എന്താണ്? ക്രോസിംഗ് ആഫ്റ്റർ ഇഷ്യൂവിന് ശേഷം ഉള്ള ക്രോസിംഗ് ആണ് 125 പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നോക്കുക. ഡബിൾ ക്രോസിംഗ് പറയുന്നത് ഏതാ? 127 കേട്ടോ. ഡബിൾ ക്രോസിംഗ് പറയുന്നത് അതായത് മോർ ദാൻ വൺസ്, ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ക്രോസ് ചെയ്യാം. ഡബിൾ ക്രോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കുകളുടെ ഇൻ്റർ ട്രാൻസ്ഫർ, അവരുടെ തമ്മിലുള്ള ട്രാൻസ്ഫറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഡബിൾ ക്രോസിംഗ് സംഭവിക്കുന്നത്. കാരണം ക്രോസ് ചെയ്ത് കിട്ടിയ ചെക്ക് അവർ വീണ്ടും ക്രോസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ അവരുടെ ഉള്ളിലുള്ള ഒരു ഇതാണ് ഡബിൾ ക്രോസിങ്ങിലൂടെ ചെയ്യുന്നത് കേട്ടോ, ജനറലി. അപ്പോൾ അത് ഒന്ന് നോക്കി വയ്ക്കുക. ആ ഭാഗം ഒന്ന് നോക്കണം കേട്ടോ. ക്രോസ്ഡ് ചെക്കിൻ്റെ ഭാഗമാണ് ഈ 123 ഈ ഭാഗത്തൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗം വേഗം പോയി നോക്കാം. ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടക്കുമ്പം നിങ്ങൾക്ക് ഒട്ടും അറിയാത്തൊരു ഭാഗമാണ് ഇത്. അപ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഒന്നും അറിയില്ല ഈ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ പിന്നെ ഒന്നും അറിയാത്ത ഭാഗമാണ്. നിങ്ങൾക്ക് പഠിച്ചാൽ കയറില്ലെങ്കിൽ ഈ സമയത്ത് പോയി തപ്പണ്ട. അല്ല പെട്ടെന്ന് കിട്ടാവുന്ന, ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കൂടാന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ബ്ലിങ്ക് ചെയ്യും, ആ സമയത്ത് കത്തും. ഒന്ന് വായിച്ചു പോയാൽ ചിലപ്പോൾ ഓർമ്മ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വായിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് അറിയാത്തൊരു കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് എന്ത് ചെയ്യുക? വായിക്കാൻ ശ്രമിക്കുക കേട്ടോ, അറിയാത്ത പോയിൻ്റ് ആണെങ്കിൽ പോലും. ഈ എക്സാമിന് അല്ലെങ്കിൽ അടുത്ത എക്സാമിന് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഡിഫക്റ്റ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം കൺസിസ്റ്റ്. ദ ഡിഫക്റ്റ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഡിഫക്റ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡൈവേർഷൻ ഓഫ് ഫണ്ട് വരും, റെഡ് ടാപ്പിസം വരും, ഡിലേ ഒക്കെ വരും. കാരണം ബ്രാഞ്ച് ബാങ്കിങ്ങിൻ്റെ വലിയൊരു പ്രശ്നമാണ് റെഡ് ടാപ്പിസും ഡിലേ ഒക്കെ. നമ്മൾ ചുവപ്പ് നാടയിൽ കൊരുങ്ങി കിടക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇൻഡിഫറൻസ് ഇൻ ലോക്കൽ നീഡ്സ് വരാം. അപ്പോൾ അതൊക്കെ ഓൾ ഓഫ് ദി എബോവ് കൊടുക്കാം, എല്ലാം ഇതിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾ ഓഫ് ദി എബോവ് ആണ് ഉത്തരം വരിക കേട്ടോ. അടുത്തത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് പാസ്സാക്കിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ആക്ട് പാസ്സാക്കിയത് 1951 അപ്പോൾ 51 പഠിക്കുക. 1951 1951 പഠിക്കുക കേട്ടോ. ഏതാ? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1951. അത് കെയിം ഇൻ ടു ഫോഴ്സ് വന്നത് ഓഗസ്റ്റ് 1 1952 കേട്ടോ. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഓഗസ്റ്റ് 1 1952 കെയിം ഇൻ ടു ഫോഴ്സ് വന്നത്. ആക്ട് പാസ് ചെയ്തത് 1951. രണ്ടും പഠിക്കുക. 1951 പഠിക്കുക, ഓഗസ്റ്റ് 1 1952 പഠിക്കുക. 1951 ആക്ട് വന്നതും എന്ത് ആക്ട്? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് വന്നതും കെയിം ഇൻ ടു ഫോഴ്സ് വന്നത് ഓഗസ്റ്റ് 1 1952 രണ്ടും പഠിക്കുക. പിന്നെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ, എൻഡോഴ്സ്മെൻറ്റ് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ എൻഡോഴ്സ്മെൻറ്റിൽ നിന്ന് കാണാറുണ്ട്. അപ്പോൾ ആ ഭാഗം വിട്ടിട്ട് പോകരുതേ.
നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ എൻഡോഴ്സ്മെൻറ്റ് അതുപോലെ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗം എന്തായാലും നിർബന്ധമായിട്ടും നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇൻ ഡാഷ് എൻഡോഴ്സ്മെൻറ്റ് ദ എൻഡോസർ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ഫ്രം ഹിസ് ഓൺ ലയബിലിറ്റി ഇഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിസോണർഡ്. ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ തൻ്റെ ലയബിലിറ്റിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന എൻഡോഴ്സ്മെൻറ്റ് ഏതാണ്? കണ്ടീഷണൽ ആണോ, ഫാക്കൾട്ടേറ്റീവ് ആണോ, സാൻസ് റീകോഴ്സ് ആണോ, സാൻസ് റൈസ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാം? സാൻസ് റീകോഴ്സ് ആണ് കേട്ടോ. സാൻസ് റീകോഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. സെക്ഷൻ 15 എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് അല്ലേ. എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ എൻഡോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. ഇൻഡോസം എന്ന വാക്കിൽ നിന്നാണ്, ഒരു ലാറ്റിൻ വേർഡാണ് ഇൻഡോസം, അതിൽ നിന്നാണ് എന്തുണ്ടായത്? എൻഡോഴ്സ്മെൻറ്റ് എന്ന പദം ഉണ്ടായത്. അത് അർത്ഥമാക്കുന്നത് എന്താ? ഓൺ ദ ബാക്കാണ് കേട്ടോ. ഓൺ ദ ബാക്കാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡോസം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 15 പറഞ്ഞു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാർട്ടി എൻഡോസറും എൻഡോസിയാണ് എന്നറിയാം. ആരാണോ എൻഡോസ് ചെയ്യുന്നത് അയാളാണ് എൻഡോസർ അല്ലേ. ആർക്കാണോ ഇത് കിട്ടുന്ന എൻഡോസിക്കാണ് കൊടുക്കുക അല്ലെ. എൻഡോസ്ഡ് ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കുന്നത് എൻഡോസിക്കാണെന്ന്. പിന്നെ ഒപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് നെയിം ഓൺലി. എൻഡോസർ സൈൻ ചെയ്ത് ഹിസ് നെയിം ഓൺലി വിത്തൗട്ട് മെൻഷനിങ് എന്നാൽ എൻഡോസിയുടെ പേര് എഴുതാതെ കൊടുക്കുന്നതിനാണ് എന്തു പറയുക? എൻഡോസ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് എന്ന് പറയും. എൻഡോസിയുടെ പേര് എഴുതാതെ കൊടുക്കുന്നതാണ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ്. അതൊന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചോദിക്കാറുണ്ട് അല്ലേ. എൻഡോസർ സൈൻ ഇൻസ്ട്രുമെൻറ്റ് മെൻഷനിങ്, ഈ ഒരു എൻഡോസിയുടെ പേരും കൂടി മെൻഷൻ ചെയ്തിട്ട് എൻഡോസ് ചെയ്യുമ്പോഴാണ് അത് എൻഡോസ്മെൻറ്റിന് ഫുള്ളാവുന്നത്. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. റെസ്ട്രിക്റ്റീവ് ചോദിക്കാറുണ്ട്. സെക്ഷൻ 50 റെസ്ട്രിക്റ്റീവ് കേട്ടോ. ഫാക്കൾട്ടേറ്റീവിലാണ് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് പറയും. ഫാക്കൾട്ടേറ്റീവിൽ എന്താ പറയുക? നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് പറയുന്നത് ഫാക്കൾട്ടേറ്റീവ് ആണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ. സാൻസ് റീകോഴ്സിലാണ് വിത്തൗട്ട് റീകോഴ്സ് ടു മീ എന്ന് പറയാം. അത് സെക്ഷൻ 52. സാൻസ് റീകോഴ്സിലാണ് വിത്തൗട്ട് റീകോഴ്സ് ടു മീ എന്ന് പറയുക. സെക്ഷൻ 52. സാൻസ് റൈസിൽ ഇൻകർ നോ എക്സ്പെൻസ് എന്നാണ് പറയുക. സാൻസ് റൈസിൽ എന്താ പറയുക? ഇൻകർ നോ എക്സ്പെൻസ് ആണ്. പെർപ്രോ ആകുമ്പോൾ പ്രത്യേകിച്ച് ആളൊരു ഏജൻ്റ് ആണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് എൻഡോസിക്ക് ഒരു വാണിംഗ് ആണ്. ചിലപ്പോൾ വല്ല ലീഗൽ ഇഷ്യൂസ് വന്നേക്കാം. ആളൊരു ഏജൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെർപ്രോ എന്ന് കാണുമ്പം ഏജൻറ്റിനെ ആലോചിക്കുക. പാർഷ്യൽ സെക്ഷൻ 56 പറയുന്നത് പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ റെസ്ട്രിക്റ്റീവ് സെക്ഷൻ 50. ഫാക്കൾട്ടേറ്റീവ് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് അറിയപ്പെടുന്നതാണ്. ഫാക്കൾട്ടേറ്റീവ് സാൻസ് റീകോഴ്സും ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. സാൻസ് റൈസ് ഇപ്പോൾ പെർപ്രോ ചോദിച്ചു എന്നാൾ, അതുകൊണ്ട് ബൈ ആൻ ഏജൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അത് വാർണിംഗ് ടു എൻഡോസിയാണ്. സാൻസ് റീകോഴ്സ് വിത്തൗട്ട് റീകോഴ്സ് ടു മീ. ഓക്കെ. സെക്ഷൻ 52. ഫാക്കൾട്ടേറ്റീവ് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് ആണ്. സാൻസ് റൈസ് ഇൻകർ നോ എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് വായിക്കുക, ക്ലിയർ ആക്കാം കേട്ടോ. അടുത്തത് എന്ത് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ മാർക്ക് ചെയ്തു സാൻസ് റീകോഴ്സ് ആണ് കേട്ടോ. എന്ത് ഫോളോയിങ് പോയിൻറ്റ്സ് 1 ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ഒബ്ജക്റ്റീവ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഒബ്ജക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. എക്കണോമിക് ഗ്രോത്ത് ആണോ, ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് ആണോ? അല്ല അല്ലേ, ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഒബ്ജക്റ്റീവ് അല്ല, അതാണ് അല്ലാത്തത് കേട്ടോ. സ്റ്റെബിലിറ്റി ഇൻ മണി മാർക്കറ്റ് ആണ് ഒരു ഒബ്ജക്റ്റീവാണ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ. സ്റ്റെബിലിറ്റി ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുമാണ്. അപ്പോൾ അല്ലാത്തത് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 45 ZA to ZF എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോമിനേഷൻ ഫെസിലിറ്റീസ് ആണ് കേട്ടോ. നോമിനേഷൻ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടാണ് ZA to ZF ഉള്ളത്. സെക്ഷൻ 45 ZA to ZF എന്തുമായി ബന്ധപ്പെട്ടതാണ്? നോമിനേഷൻ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ZA to ZF ഞാൻ കൊടുക്കാം, അതെടുക്കാൻ മറന്നൂലേ. നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിൽ ഇടാം കേട്ടോ. ZA to ZFൻ്റെ കണ്ടൻസ് ഒന്ന് പോയി വായിക്കണേ. ഓക്കെ, അത് ഇവിടെ എടുക്കാൻ മറന്നുപോയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ ഡാഷ് ഇഷ്യൂസ് ആൻറ്റി മണി ലോണ്ടറിങ് ഗൈഡ് ലൈൻസ്. ആൻറ്റി മണി ലോണ്ടറിങ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. RBI ആണോ, സെബി ആണോ, FIU ആണോ? എല്ലാ ആൻറ്റി മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇഷ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. RBI ഉണ്ട്, സെബിക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്, FIU ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും നോക്കണം, റെഗുലേഷൻസ് നോക്കേണ്ടതാണ്.
അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരിക. എല്ലാവരുടെ റെഗുലേഷൻസും RBI മാത്രമല്ല, ഇവരെല്ലാം ഇതിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് കേട്ടോ, ആൻറ്റി മണി ലോണ്ടറിങ്ങിൻ്റെ ഗൈഡ് ലൈൻസിനെതിരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ദാറ്റ് സെറ്റ് സ്റ്റാൻഡേർഡ്സ് ടു പ്രിവെൻറ്റ്. FATF ആണ് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അത് എന്തിനുള്ള സ്റ്റാൻഡേർഡാണ്? എന്ത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യേണ്ടതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് പ്രിവെൻറ്റ് ചെയ്യാനാണ്? മണി ലോണ്ടറിങ്ങിനെതിരെയാണ് അല്ലേ, കള്ളപ്പണം അതിനെതിരെ. അത് G7 കൺട്രീസ് ഓർഗനൈസ് ചെയ്ത 1989 ഓർഗനൈസ് ചെയ്ത ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. സെറ്റിംഗ് ബോഡി ഫോർ ആൻറ്റി മണി ലോണ്ടറിങ്, കൗണ്ടറിങ് ഓഫ് ദ ഫിനാൻസിങ് ടെററിസം. അതുകൊണ്ട് ഫിനാൻസിങ് ടെററിസത്തിന് ഫിനാൻസ് കൊടുക്കുന്നതിന് അതായത് അത് മാറ്റാനും, അതുപോലെ ആൻറ്റി മണി ലോണ്ടറിങ്ങിന് ഒരു ഇൻ്റർനാഷണൽ ബോഡി സ്റ്റാൻഡേർഡ് ലെവൽ ഫിക്സ് ചെയ്യാനും, അതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും, ട്രാൻസാക്ഷൻസ് മോണിറ്റർ ചെയ്യാനും എല്ലാ ബാങ്കുകളും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. ടെററിസം ഫിനാൻസ് നടക്കുന്നുണ്ടോ, അതുപോലെ ആൻറ്റി മണി ലോണ്ടറിങ് നടക്കുന്നുണ്ടോ, വ്യാജ നോട്ടുകളൊക്കെ നിർമ്മിക്കുക, അത് വിതരണം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗണ്ടർഫീറ്റ് നോട്ട്സ് ഒക്കെ നോക്കണം. അതൊക്കെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ പണിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വന്നിട്ട് ഡാഷ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് എ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ഗീവ്സ് ടു ദയർ ബാങ്ക് ടു പേ എ സെറ്റ് ഓഫ് റെഗുലർ ഇൻ്റർവെൽസ് ടു അനദേഴ്സ് അക്കൗണ്ട് എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നന്നായി വായിച്ചു നോക്കാം, ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കാം അതെന്താണെന്ന്. ഇൻസ്ട്രക്ഷൻ എന്ന വാക്കുണ്ട്, അപ്പോൾ ക്രോസിംഗ് ആണോ എൻഡോഴ്സ്മെൻ്റ് ആണോ? ഇൻസ്ട്രക്ഷൻ എന്ന് വന്നാൽ തന്നെ ഇതിന് ആൻസർ കിട്ടും നിങ്ങൾക്ക്. ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊന്ന് കിട്ടേണ്ടതാണ് അല്ലേ. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ക്രോസിംഗ് ഒരു ഇൻസ്ട്രക്ഷൻ, ക്രോസിംഗ് എൻഡോഴ്സ്മെൻറ്റ്, ഇതിലൊക്കെ ഇൻസ്ട്രക്ഷൻ എന്ന പദം വരുന്നുണ്ടോ എന്ന് ചോദിക്കാം. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, അതിലൊക്കെ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ അല്ലേ ഒരു ബാങ്കർക്ക് കൊടുക്കുക, ഒരു അക്കൗണ്ട് ഹോൾഡർ കൊടുക്കുക അല്ലേ. അപ്പോൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് എ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ഗീവ്സ് ടു ദയർ ബാങ്കിന് കൊടുക്കുന്നു ടു പേ സെറ്റ് ഓഫ് റെഗുലർ ഇൻ്റർവെൽസ് ടു അനദേഴ്സ് അക്കൗണ്ട്. റെഗുലറായിട്ട് ഇൻ്റർവെൽസിൽ ഇപ്പം ഇൻഷുറൻസ് അടയ്ക്കുക അല്ലേ, മറ്റേ അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കറക്റ്റ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയിടും. കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 10-ാം തീയതി അത് കട്ടായിക്കോളും. നമ്മൾ ഓർമ്മിപ്പിക്കുകയൊന്നും വേണ്ട ബാങ്കിന്, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അടുത്ത നമ്മുടെ മോർട്ടേജിൻ്റെ ക്വസ്റ്റ്യനാണ്, നോട്ട് ചെയ്യണം കേട്ടോ. മോർട്ടേജ് സെക്ഷൻ 58C ഇന്ത്യൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ 1882 എന്താണ് ഡിഫൈൻ ചെയ്തത്? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ സിമ്പിൾ മോർട്ടേജ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ സെക്ഷൻ കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സിമ്പിൾ മോർട്ടേജ് 58B ആണ്. അപ്പോൾ 58A എന്താണെന്ന് വെച്ചാൽ മോർട്ടേജ് ആണ്. 58A മോർട്ടേജ്, 58B സിമ്പിൾ മോർട്ടേജ്. ഓക്കെ, 58Aയും Bയും കിട്ടി അല്ലേ, Aയും Bയും കിട്ടി. C ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. C ഏതാണ്? സി മോർട്ടഗേജ് ബൈ വേ ഓഫ് കണ്ടീഷണൽ സെയിലാണ് കേട്ടോ. കണ്ടീഷണൽ സെയിലുമായി ബന്ധപ്പെട്ട മോർട്ടഗേജ് ആണ് 58C എന്ന് പറഞ്ഞാൽ ഇവിടെ അതാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ എ എന്താണ്? 58A എന്താണ്? മോർട്ടഗേജ്. 58B എന്താണ്? സിമ്പിൾ മോർട്ടഗേജ്. 58B സിമ്പിൾ മോർട്ടഗേജ്. 58C എന്താണ്? മോർട്ടഗേജ് ബൈ വേ ഓഫ് കണ്ടീഷണൽ സെയിൽ. 58D എന്താണ്? യൂസുഫ്രക്ചറി മോർട്ടഗേജ് ആണ് 58D. യൂസുഫ്രക്ചറി മോർട്ടഗേജിലാണ് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. അതായത് അതിലത്തെ ഫലങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പണയം വെച്ചിട്ട് പിന്നെ അതിലത്തെ ആസ്തികൾ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ആ വരായ്മയ്ക്ക് എടുക്കാം. അതാണ് യൂസുഫ്രക്ചറി മോർട്ടഗേജിൽ പറയുന്നത്. 58D അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ മോർട്ടഗേജ് 58B ആണ്. സി മോർട്ടഗേജ് ബൈ വേ ഓഫ് കണ്ടീഷണൽ സെയിലാണ്. 58D യൂസുഫ്രക്ചറി ആണ്. 58E ഇയും ഇംഗ്ലീഷും കണക്റ്റഡ് ആണ്, അപ്പോൾ അങ്ങനെ കണക്കാം. ഇംഗ്ലീഷ്. ഓക്കെ, എഫ് ഇക്വിറ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ ആ സെക്ഷൻ ആ ഭാഗം കിട്ടിയെന്ന് വിചാരിക്കുന്നു. 58A മോർട്ടഗേജ്, 58B സിമ്പിൾ മോർട്ടഗേജ്, 58B ഏതായിരുന്നു? 58B സിമ്പിൾ മോർട്ടഗേജ്, 58C മോർട്ടഗേജ് ബൈ വേ ഓഫ് കണ്ടീഷണൽ സെയിൽ എന്ന് പറയുമ്പം സി ഉണ്ടല്ലോ, കണ്ടീഷണൽ സെയിൽ, ആ സി ഇവിടെ എടുത്താൽ മതി, 58Cയിൽ എടുത്താൽ മതി. ഇ എന്ന് പറയുമ്പം ഇംഗ്ലീഷ്, 58E എന്ന് പറയുമ്പം ഇംഗ്ലീഷ്, എഫ് എന്ന് പറയുമ്പം ഇക്വിറ്റബിൾ. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ക്യാമൽസ് റേറ്റിംഗ് അപ്രോച്ച് RBI അഡോപ്റ്റ് ചെയ്തത് ടു അസസ് ബാങ്ക്സ് ഫിനാണ് കേട്ടോ. റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, ഫസ്റ്റ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ആരുടെയാണ്?
ഫസ്റ്റ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡെറ്റർക്കാണ് അല്ലേ. റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഫസ്റ്റ് ലൈസ് വിത്ത് ഡെറ്ററാണ്. ഡെറ്റർ എന്ന് വെച്ചാൽ അക്കൗണ്ട് ഹോൾഡറാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്രോപ്രിയേഷൻ്റെ ആദ്യം എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യണം എന്ന് പറയണത് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം ആദ്യം പറയേണ്ടത്. അപ്പോൾ നമ്മളാണല്ലോ കടക്കാരൻ. അപ്പോൾ ഡെറ്ററാണ് പറയേണ്ടത് ആദ്യം. അപ്പോൾ സെക്ഷൻ 59 to 61 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലാണെന്ന് കൂടി നോക്കിക്കോളൂ കേട്ടോ. 1872 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലാണ് ഈ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് ഡെറ്റർക്കാണ് ആദ്യത്തെ അധികാരം വരുന്നത് 59 to 61 കേട്ടോ. അതിൽ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഫസ്റ്റ് ലൈസ് വിത്ത് ഡെറ്ററാണ്. അത് പറയുന്നത് സെക്ഷൻ 59 തന്നെയാണ്. ഇനി കസ്റ്റമർ ഫെയിൽ ചെയ്യണം ഇൻഡിക്കേറ്റ് ചെയ്യാൻ ആളുടെ ചോയ്സ്. അപ്പോൾ ബാങ്കർക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ടു ക്രെഡിറ്റ് ദ എമൗണ്ട് ടു എനി വൺ ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദാറ്റ് കസ്റ്റമർ സെക്ഷൻ 60 പിന്നെ ബാങ്കറാണ് ആ ചോയ്സ് ഉപയോഗിക്കുന്നത്. ക്ലൈറ്റൺ റൂള് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ അക്കൗണ്ടുകളിലാണ്? റണ്ണിങ് അക്കൗണ്ടുകളായ ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഇതിലൊക്കെയാണ് എന്ത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ക്ലൈറ്റൺ റൂൾ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുമായി ബന്ധപ്പെട്ട വേറൊരു പോയിൻ്റാണ് ഫിഫോ പ്രിൻസിപ്പിളാണ് അതിൽ യൂസ് ചെയ്യുക. അതായത് റണ്ണിങ് കറണ്ട് അക്കൗണ്ട് ഫസ്റ്റ് സം പെയ്ഡ് ഈസ് ദ ഫസ്റ്റ് സം ഡ്രോൺ ഔട്ട്. ആ ഒരു ഫസ്റ്റ് ഡെബിറ്റ് ചെയ്ത എമൗണ്ടിനെയാണ് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഫിഫോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഈ ക്ലൈറ്റൺസ് റൂള് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൈറ്റൺസ് റൂൾ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഫിഫോ ആണ്. ഫസ്റ്റ് സം പെയ്ഡ് ഇൻ ഈസ് ദ ഫസ്റ്റ് സം ഡ്രോൺ ഔട്ട്. അതിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഫസ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ ഡെറ്ററുമായി ബന്ധപ്പെട്ടതാണ്. അത് പറയുന്നതാണ് 59. 60 എന്താ പറയുന്നത്? 60 ബാങ്കിന് ചോയ്സ് ഉണ്ട്. രണ്ടാമത്തെ ചോയ്സ് ബാങ്കിൻ്റെയാണ്, ബാങ്കറുടെയാണ്. ഏത് എമൗണ്ടാണ് ക്രെഡിറ്റ് എടുക്കേണ്ടത്, ഏതാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ നടത്തേണ്ടത് തീരുമാനിക്കേണ്ടത് ബാങ്കറാണ്. അത് സെക്ഷൻ 60 ഇതൊക്കെ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലാണെന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. 1872. പിന്നെ രണ്ട് കൂട്ടരും അവരുടെ ഓപ്ഷൻസ് എക്സസൈസ് ചെയ്തില്ലെങ്കിലാണ് ക്ലൈറ്റൺ കേസ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആ ക്ലൈറ്റൺ കേസ് പറയുന്നത് സെക്ഷൻ 61 അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്. ക്ലൈറ്റൺ റൂളിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള രണ്ട് അക്കൗണ്ടുകൾ ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും പോലത്തെ റണ്ണിങ് അക്കൗണ്ട്സ് ആണ്. ഫിഫോ പ്രിൻസിപ്പിൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നത് വെൻ വാസ് ദ കോയിനേജ് ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ? കോയിനേജ് ആക്ട് എന്നാണ് പാസ്സാക്കിയത് ഇന്ത്യയിൽ? 1906 ഇന്ത്യയിൽ കോയിനേജ് ആക്ട് പാസ്സാക്കിയത്. അപ്പോൾ വർഷം പഠിച്ചോളൂ, 1906. കോയിനേജ് ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ 1906 ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം നമുക്ക്. 1077/2026 ജനുവരി 18 നടന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 61 നോക്കുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ ഡിജിറ്റൽ ബാങ്കിങ്? ഡിജിറ്റൽ ബാങ്കിങ്ങിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പ്രധാന ഉദ്ദേശം, പർപ്പസ് എന്താണ്? ടു പ്രോസസ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ, ടു എൻഷുർ സെക്യൂർ ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻറ്റ്സ്, ടു ഡെലിവർ ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്, ടു പ്രൊവൈഡ് ബാങ്കിങ് സർവീസസ് ടു റൂറൽ ഏരിയാസ്. ഏതാണ് ആപ്റ്റായിട്ട് എടുക്കാൻ പറ്റും? അപ്പോൾ നമുക്കറിയാം പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻറ്റ്സിനാണ് അല്ലേ. അപ്പോൾ അതുതന്നെയാണ് ഡിജിറ്റൽ ബാങ്കിങ്ങിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പ്രാധാന്യം എവിടെയാണ്? റൂറൽ ഏരിയാസും ഒന്നുമല്ല. ടു സെക്യൂർ ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻറ്റ്സ്, അതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പ്രൈമറി പർപ്പസ് അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാറുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ആസ് പെർ റിവൈസ്ഡ് RBI ഗൈഡ് ലൈൻസ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻ മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് ഡസ് നോട്ട് എക്സീഡ്. സാധാരണ ഒരെണ്ണം ചോദിക്കാറ്. ഇത് ടേൺ ഓവറും ചോദിച്ചു, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോളം നിങ്ങൾ ഓർമ്മ വരണം, കറക്റ്റായിട്ട് ഈ കോളം ഓർമ്മ വരണം. MSME എന്ന് തന്നെ എഴുതുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? M എഴുതുക, താഴെ S എഴുതുക, താഴെ ME എഴുതുക. അപ്പോൾ M പറയുമ്പം മൈക്രോ, S എന്ന് പറയുമ്പം സ്മോള്, ME പറയുമ്പം മീഡിയം. അപ്പോൾ അത് കിട്ടി. ഈ കറണ്ട് ഇത് നോക്കണ്ട, റിവൈസ്ഡ് നോക്കിയാൽ മതി കേട്ടോ. ഇത് പണ്ടത്തെയാണ്, ഇത് റിവൈസ്ഡ് നോക്കിയാൽ മതി. ഇതിൻ്റെ നേരെ 2.5, 2.5, 25, 125. ഓർക്കാൻ സുഖമാണല്ലോ. 2.5 പിന്നെ അത് 25 മാറി. പിന്നെ 25 താഴത്തേക്ക് ഇട്ടാൽ ഒരു ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ 125. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റായി. പിന്നെ ടേൺ ഓവർ ഇതിൻ്റെ നേരെ എഴുതാം.
ടേൺ ഓവർ 10, 100, 500 അതും ഓർക്കാൻ എളുപ്പമാണ്. 10 ഇടുക, അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇടുക, പിന്നെ ഒരു 5, 500 ആക്കി. അപ്പോൾ ആ 100നെ 500 ആക്കുക. അതങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ചോദിച്ചിരിക്കുന്നത് മീഡിയം എൻ്റർപ്രൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം എൻ്റർപ്രൈസ് ഏതാ വരുന്നത്? മീഡിയം 125 ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവർ 500. അപ്പോൾ ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇവിടെ റിവൈസ്ഡിൽ ടേൺ ഓവർ കൊടുത്തിട്ടുള്ളത് 10 കോടി, 100 കോടി, 500 കോടി. ഇനി അടുത്തത് നോക്കാം. അണ്ടർ ദ ന്യൂ ഗൈഡ് ലൈൻസ് ഹൗ മെനി നോമിനീസ് ക്യാൻ എ ഡെപ്പോസിറ്റർ അപ്പോയിൻറ്റ് ഫോർ എ ഡെപ്പോസിറ്റ് അക്കൗണ്ട്? ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് ഇപ്പോൾ എത്ര നോമിനീനെ വയ്ക്കാൻ പറ്റുക? അപ്പോൾ എത്ര നോമിനി ഇപ്പോൾ അപ് ടു 4 ആണ് അല്ലേ? ഇപ്പോൾ അപ് ടു 4 ആണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. 2 ടൈപ്പാണ്, സക്സസീവും ഉണ്ട്, സൈമൾട്ടേനിയസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഡിസ്കഷൻ കാണുന്ന കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സക്സസും സൈമൾട്ടേനിയസും നവംബർ 1, 2025 തൊട്ടിട്ടാണ് ബാങ്കുകൾ ഡെപ്പോസിറ്റേഴ്സിന് ഓൾ ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സിന് 4 നോമിനീസ്, സിംഗിൾ ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് 4 ടൈപ്പ് ഓഫ് നോമിനീസിനെ 4 നോമിനീസിനെ വെക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് വിച്ച് ഓർഗനൈസേഷൻ മാനേജസ് ഇന്ത്യാസ് ഡൊമസ്റ്റിക് കാർഡ് നെറ്റ്വർക്ക് റുപ്പേ ആൻഡ് UPI? റുപ്പേയും UPIയും ഒരാളുടെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് അല്ലേ? അവർ മാനേജ് ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്. ആരാണ് മാനേജ് ചെയ്യുന്നത്? റുപ്പേ. NPCI അല്ലേ? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവരുടെ പ്രോഡക്റ്റാണ് രണ്ടും, റുപ്പേ ആൻഡ് UPI രണ്ടും അതെ കേട്ടോ. അപ്പോൾ റുപ്പേയും UPIയും അവരുടെ പ്രോഡക്റ്റ്സ് ആണ്. ഫസ്റ്റ് UPI ATM ഏതാണ്? UPI ATM വൈറ്റ് ലേബൽ ATM എന്നറിയപ്പെടുന്ന വൈറ്റ് ലേബൽ ATM പോലെ ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് UPI ATM, ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് ആണ് UPI ATM ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. NPCI ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഡിസംബർ 2008 ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടായിരുന്നു. RBIയും അതുപോലെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും കൂടി 2 കൂട്ടരും കൂടി ജോയിൻ്റ് ആയിട്ടാണ് NPCI സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് RBI ഒറ്റയ്ക്കാണോ? അല്ല, RBIയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും കൂടി ഡിസംബർ 2008 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ NPCI എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു അംബ്രല ഓർഗനൈസേഷനാണ് അല്ലേ? എല്ലാ തരത്തിലുള്ള റീറ്റെയിൽ ഇടപാടുകൾക്കും, നമ്മുടെ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള റീറ്റെയിൽ ഇടപാടുകൾക്കും മുകളിൽ നിൽക്കുന്ന ഒരു അംബ്രല ഓർഗനൈസേഷനാണ് NPCI. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്, സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 2008. ഓണർഷിപ്പ് ഇപ്പം ഒരു കൺസോർഷ്യം ബാങ്കുകളുടെ കയ്യിലാണ്. റിസർവ് ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസോർഷ്യം ഓഫ് പ്രധാനപ്പെട്ട എല്ലാ ഇന്ത്യൻ ബാങ്കുകളും കൂടി ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് ആ കൺസോർഷ്യമാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ ഓണർഷിപ്പ് ഉള്ളത്. അപ്പോൾ അതിലുള്ളത് 10 കോർ പ്രൊമോട്ടർ ബാങ്കുകളാണ് കേട്ടോ. അതിലുള്ളതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, HDFC, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, സിറ്റി ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, HSBC. ഇവരൊക്കെ കൂടി ഒരു കൺസോർഷ്യമാണ് ഇപ്പോൾ ഓണർഷിപ്പ് NPCIന് ഓൺ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ NPCIയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒന്ന് നോക്കി വെച്ചോളൂ, 300 കോടിയാണ്. രജിസ്റ്റേർഡ് സെക്ഷൻ 8 കമ്പനീസ് ആക്ടിൽ 2013, പണ്ട് സെക്ഷൻ 25 പ്രകാരമായിരുന്നു. അതായത് 1956 ആക്ടിലാണെങ്കിൽ സെക്ഷൻ 25 പ്രകാരമായിരുന്നു. പിന്നെ സെക്ഷൻ 8 ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായി കമ്പനീസ് ആക്ട് 2013 വന്നപ്പോൾ കേട്ടോ. ഇതൊരു നോട്ട് പ്രോഫിറ്റ് കമ്പനിയാണ് എന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. NPCIനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ പെട്ടെന്നുള്ള ഒരു പിന്നെ ഓർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്രിപ്റ്റോ കറൻസിയാണ് കേട്ടോ. ക്രിപ്റ്റോ കറൻസി പ്ലാസ്റ്റിക് മണിയാണോ, ഡിജിറ്റൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണോ, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ മാത്രം നടത്തുന്നതാണോ, ബോത്ത് A and B ആണോ? അതായത് പ്ലാസ്റ്റിക് മണി ആണോ, ഡിജിറ്റൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ചും ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് മണി അല്ല, ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമല്ല, അപ്പോൾ ഡിജിറ്റൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണെന്ന് പറയാം. ക്രിപ്റ്റോ കറൻസിനെ എന്ത് പറയാം? ഡിജിറ്റൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണെന്ന് പറയാം. ഓക്കെ, പ്ലാസ്റ്റിക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ഫിസിക്കൽ പേയ്മെൻറ്റ് കാർഡുകളാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയപ്പെടുന്നത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പ്രീപെയ്ഡ് ക്യാഷ് കാർഡുകളൊക്കെ പ്ലാസ്റ്റിക് മണിയുടെ ഇനത്തിൽ വരുന്നതാണ്. ക്രിപ്റ്റോ കറൻസി ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ വിർച്വൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതൊരു ഫിസിക്കൽ പേയ്മെൻറ്റ് കാർഡുകളല്ല പോലെയുള്ളതല്ല. ക്രിപ്റ്റോ കറൻസി ഈസ് പ്രൈമർലി ഡിഫൈൻഡ് ആസ് എ ഡിജിറ്റൽ ഓർ വിർച്വൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിൽ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഓക്കെ,
ഇത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റിയോ ഗവൺമെൻറ്റോ ഒന്നും ഓഥറൈസ് ചെയ്തിട്ടില്ല, അവരാരും കൺട്രോൾ ചെയ്യുന്നുമില്ല. ഓക്കെ, ക്രിപ്റ്റോ കറൻസീനെ RBI അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് അതിന് റെഗുലേഷൻസ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മൂലം വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതോ കൺട്രോൾ ചെയ്യുന്നതോ എനി സെൻട്രൽ അതോറിറ്റി അല്ല, ഗവൺമെൻറ് അല്ല, ബാങ്ക് അല്ല, ഒന്നുമില്ല കേട്ടോ. അതേപോലെ ക്രിപ്റ്റോ കറൻസിയുടെ റിലേറ്റഡ് ആണ് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിറ്റ് കോയിൻ്റെ ഫൗണ്ടറിനെ ചോദിച്ചിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സതോഷി നക്കാമോട്ടോ പറഞ്ഞ ആളാണ് ബിറ്റ് കോയിൻ കണ്ടുപിടിച്ചത് 2009. ഒരു ഗ്രൂപ്പാണ് കേട്ടോ, ഗ്രൂപ്പായിരുന്നു. ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്, സതോഷി നക്കാമോട്ടോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ബൈ എ പേഴ്സൺ. കുറച്ചധികം ആൾക്കാരുണ്ട്. ആളെയാണ് കൂടുതൽ നമ്മൾ ആ ഒരു പേര് ബിറ്റ് കോയിനായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ മാർക്കറ്റ് റിസ്ക് ആണ്. കാരണം ഇതെപ്പോൾ വേണമെങ്കിലും വ്യതിയാനം വരുന്നതാണ്. കാരണം ഇതൊരു വിർച്വൽ ഡിജിറ്റൽ അസറ്റാണ്. ഇതൊരിക്കലും ഫിസിക്കൽ അല്ല, വിർച്വൽ ഡിജിറ്റൽ അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഇതിന് RBI ഒരിക്കലും ഇത് ബാൻ ചെയ്തതാണ്. കാരണം ബാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. RBI ഇന്ത്യയിൽ ബാൻഡൊന്നും അല്ല കേട്ടോ, ഇതൊന്നും ബാൻഡല്ല, ഇന്ത്യയിൽ വർക്കിംഗ് ആണ്. പക്ഷേ RBI ഇതിനൊരു ലീഗൽ ടെൻഡർ കൊടുത്തിട്ടില്ല. RBIയുടെ ഒരു എന്താ പറയുക, ഗൈഡ് ലൈൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ ടെൻഡറോ അതൊന്നും RBI കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇതിൻ്റെ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ചേഞ്ചിന് ടാക്സൊക്കെ പിടിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 30% ഇതിന് വരുമാനമുണ്ട്. അതായത് ട്രാൻസ്ഫർ ഓഫ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ് മൂലം നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ 30% ഇന്ത്യയിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ TDS പിടിക്കുന്നത് 1% ആണ് കേട്ടോ. എല്ലാ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസിനും TDS അടയ്ക്കണം 1%. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 30% ടാക്സും അടയ്ക്കണം കേട്ടോ. അതൊക്കെ റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ കറക്റ്റായിട്ടുള്ള എക്സ്ചേഞ്ചസ്, ഇത് റെഗുലേറ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ചസ് ഉണ്ടല്ലോ, അവർ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ ഗൈഡ് ലൈൻസും അതുപോലെ മണി ലോണ്ടറിങ്, സ്ട്രിക്റ്റ് KYCയും ഒക്കെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പോപ്പുലർ കുറച്ച് എക്സ്ചേഞ്ചസ് ആണ്. ഇതെങ്ങാനും ചോദിച്ചിട്ട് എന്തുമായി കണക്ട് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാം. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വാസിക്സും പിന്നെ കോയിൻ സ്വിച്ചും കോയിൻ DCSഉം മുഡ്രെക്സും ഒക്കെ ഡീൽ ചെയ്യുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ബിറ്റ് കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളാണ് ഇവരൊക്കെ ഡീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്രിപ്റ്റോ കറൻസീസ് ഒരു വിർച്വൽ ഡിജിറ്റൽ അസറ്റാണ്, ഹൈ മാർക്കറ്റ് റിസ്ക് ഉള്ളതാണ്. 30% ഇന്ത്യ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്, TDS 1% പിടിക്കുന്നുണ്ട്. ബിറ്റ് കോയിൻ 2009 സതോഷി നക്കാമോട്ടോ. ഇത് പ്ലാസ്റ്റിക് മണിയാണോ ചോദിച്ചാൽ അല്ല, ഇതൊരു ഡിജിറ്റൽ മീഡിയം എക്സ്ചേഞ്ച് ആണെന്ന് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെഗുലേറ്ററി ഫംഗ്ഷൻ ഓഫ് നമ്മൾ റിസർവ് ബാങ്കിൻ്റെ റെഗുലേറ്ററി ഫംഗ്ഷൻസിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കാം ഏതാന്ന്. പവർ ടു റെഗുലേറ്റ് ബിസിനസ് ഓഫ് ബാങ്ക്സ്, പിന്നെ പവർ ടു ഇൻസ്പെക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ബാങ്ക്, അതൊരു റെഗുലേറ്ററി ഫംഗ്ഷൻ അല്ലേ? ആണല്ലേ. പിന്നെ പവർ ടു ഗീവ് ലൈസൻസ്, അതും റെഗുലേറ്ററി ഫംഗ്ഷനാണ്. മർച്ചൻ്റ് ബാങ്കിങ് ഫംഗ്ഷൻസ് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അത് റെഗുലേറ്ററി ഫംഗ്ഷനിൽ പെട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് D ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, മർച്ചൻ്റ് ബാങ്കിങ് ഫംഗ്ഷൻസ് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, അത് അല്ല. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പോത്തിക്കേഷൻ ആൻഡ് മോർട്ടഗേജ് കേട്ടോ. ഹൈപ്പോത്തിക്കേഷനും മോർട്ടഗേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈപ്പോത്തിക്കേഷൻ ചൂണ്ടിപ്പണയമാണ്, മോർട്ടഗേജ് നമ്മൾ ഇമ്മൂവബിൾ പിന്നെ എൻ്റെ മേലെ കൊടുത്തിട്ട്, അതായത് ആധാരമൊക്കെ കൊടുത്ത് എടുക്കില്ലേ, അപ്പോൾ അതേപോലെ. മോർട്ടഗേജ് റിലേറ്റ്സ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, വേറസ് ഹൈപ്പോത്തിക്കേഷൻ റിലേറ്റഡ് ടു മൂവബിൾസ്. അതൊരു ഡിഫറൻസ് അല്ലേ? ആണ് അല്ലേ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് എടുക്കുന്നതിന് മോർട്ടഗേജ് എന്നും, ചൂണ്ടിപ്പണയം എന്ന് പറഞ്ഞാൽ മൂവബിൾ അസറ്റാണ് അവിടെ വയ്ക്കുക. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ ഇൻ എ മോർട്ടഗേജ് ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി ടു ദ ക്രെഡിറ്റർ. അവിടെ മോർട്ടഗേജിൽ പ്രോപ്പർട്ടി ആർക്ക്? ക്രെഡിറ്ററുടെ കയ്യിലാണ്. പക്ഷേ ഹൈപ്പോത്തിക്കേഷനിൽ ഒബ്ലിഗേഷൻ ടു റീപേ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് മൂവബിൾസ് ഈസ് ഇൻവോൾവ്ഡ്. നോ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് അത് കൊടുക്കുന്നുണ്ട് ചൂണ്ടിപ്പണയം. ഇപ്പോൾ വാഹനങ്ങളൊക്കെ വെച്ചിട്ട്
RC ബുക്ക് അങ്ങനത്തെ സാധനങ്ങളാണ്, അല്ലാതെ വാഹനം കൊണ്ടു കൊടുക്കില്ല. പക്ഷേ നമ്മൾ ആധാരം വെച്ച് പണയം വയ്ക്കുമ്പോൾ ആധാരം കൊടുക്കാതെ നമുക്ക് ലോൺ തരില്ല. ആധാരം അവരുടെ ഷെൽഫിലാണ് വയ്ക്കുക, അല്ലെങ്കിൽ അവർക്കാണ് കൊടുക്കുക, അവർക്ക് പതിപ്പിച്ച് നൽകണം. നമ്മൾ അടച്ചില്ലെങ്കിൽ പിന്നെ അവരത് കൊണ്ടുപോകും. അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മോർട്ട്ഗേജ്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, പ്രോപ്പർട്ടി, അതായത് ക്രെഡിറ്റർക്ക് കൊടുക്കുന്നുണ്ട്. ഹൈപ്പോത്തിക്കേഷനിലാണ് ചൂണ്ടിപ്പണയം എന്ന് പറയുന്നത്, ചൂണ്ടി കാണിച്ച് മേടിക്കുക. അപ്പോൾ അതുകൊണ്ട് A and B ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. രണ്ടും വരും, രണ്ടും ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ബോത്ത് A and B എന്ന് കൊടുക്കാം, അതാണ് പെർഫെക്റ്റ്. അടുത്തത് നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ്, പക്ഷെ നമ്മൾ തെറ്റിക്കുകയും ചെയ്യും അല്ലേ. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമുക്കറിയുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ കൂടുതലും തെറ്റിക്കുക. അപ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷനാണ് അടുത്തത്. ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്, ക്യാഷ് ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഇൻ എ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഹാസ് സർപ്ലസ് ഫണ്ട് എന്ന് ഓർക്കുക. വെർ ദ ബോറോവർ ഹാസ് ഡെപ്പോസിറ്റഡ് മോർ മണി ദാൻ ദേ ഹാവ് വിഡ്രോൺ. അതാണ് സർപ്ലസ് ഫണ്ട് ഉണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ബാങ്കറും കസ്റ്റമറും, ബാങ്കറാണ് ലയബിളായിട്ടുള്ളത്. സോ ബാങ്കർ ലയബിളാകുമ്പം ബാങ്കർ ആരാവും? ബാങ്കർ ആരാവണം? ഡെറ്റർ ആവണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് ഇവിടെ വരിക. ഒന്നുകൂടി നോക്കാം. ക്രെഡിറ്റ് ബാലൻസ് ഇൻ എ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഹാസ് സർപ്ലസ് ഫണ്ട്, ഫണ്ട് കൂടുതലുണ്ട് അവിടെ. വെർ ദ ബോറോവർ ഹാസ് ഡെപ്പോസിറ്റഡ് മോർ മണി ദാൻ ദേ ഹാവ് വിഡ്രോൺ. താൻ വിഡ്രോ ചെയ്ത പണത്തേക്കാൾ കൂടുതൽ ബോറോവർ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ക്രെഡിറ്റ് എന്താണ്? ക്യാഷ് ക്രെഡിറ്റ് ഒരു ഷോർട്ട് ടേം റിവോൾവിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ഫെസിലിറ്റിയാണ്. ബാങ്കുകൾ ബിസിനസ്സിന് നൽകുന്നതാണ് ക്യാഷ് ക്രെഡിറ്റ്. ഇറ്റ് അലൗസ്, ബാങ്കുകൾ അവർക്ക് ഫേമിന് വിഡ്രോ ഫണ്ട് ഒരു പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് പിന്നെ ഉണ്ടാവും, അപ് ടു അതുവരെ പറ്റുള്ളൂ. ടു കവർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കവർ ചെയ്യാനും വിത്ത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഓൺലി ഓൺ ദ യൂട്ടിലൈസ്ഡ് എമൗണ്ടിന് മാത്രമാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക കേട്ടോ. 1,00,000 അനുവദിച്ചെങ്കിൽ അയാൾ 70,000 രൂപ എടുത്തുള്ളൂ വെച്ചാൽ 70,000 രൂപയ്ക്കാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. ഓക്കെ, സെക്യൂർഡ് അഗെയിൻസ്റ്റ് ഇൻവെൻറ്ററി റിസീവബിൾസ് ഒക്കെ സെക്യൂരിറ്റീസ് ആയിട്ട് വെച്ചിട്ടാണ് ഇവരിതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ഒരു ഷോർട്ട് ടേം റിവോൾവിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് ഫെസിലിറ്റിയാണ്. ആർക്ക് കൊടുക്കുന്നതാണ്? ബാങ്കുകൾ ബിസിനസ്സിന് കൊടുക്കുന്നതാണ്. വിഡ്രോ ചെയ്യാൻ സമ്മതിക്കും ഒരു പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് വരെ. എന്തിനു വേണ്ടി അവരെടുക്കുന്നത്? അവരുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കവർ ചെയ്യാൻ, വർക്കിംഗ് ക്യാപിറ്റൽ നീഡിനാണല്ലോ. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും ഓൺലി ഓൺ ദ യൂട്ടിലൈസ്ഡ് എമൗണ്ട് ആണ്. ടൈപ്പിക്കലി സെക്യൂർഡ് വേണം, ഇൻവെൻറ്ററിയോ റിസീവബിൾസോ എന്തെങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആൾ പിൻവലിച്ചേക്കാൾ കൂടുതൽ ആൾ കൊണ്ടുവിട്ടു അക്കൗണ്ടിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ആര് ലയബിളാണ്? ബാങ്കർ ലയബിളാണ്. സോ ബാങ്കർ ഡെറ്ററാവും, കൊണ്ടിട്ട ആൾ ക്രെഡിറ്ററാവും. ആ ഒരു കേസിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ടത് നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുമ്പം ഡെറ്റർ ക്രെഡിറ്ററാണ്. അതാണ് ഇവിടെയും വർക്ക് ചെയ്തിട്ടുള്ളത്. ലോണും ഓവർ ഡ്രാഫ്റ്റും, ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് വരുമ്പം ക്രെഡിറ്ററും ഡെറ്ററുമാണ്. ഡിസ്കൗണ്ട് ബില്ല് ചെയ്യുമ്പം ക്രെഡിറ്ററും ഡെറ്ററുമാണ്. അപ്പോൾ രണ്ടും പഠിക്കുക. ലോണും ഡിസ്കൗണ്ട് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഒക്കെ ഒരേ റിലേഷനാണ്. എക്സിക്യൂട്ടിംഗ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഏജൻറ്റ് പ്രിൻസിപ്പളാണ്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ആണെങ്കിൽ ലെസ്സർ ലെസ്സിയാണ് അല്ലേ. പ്രൈമറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് പ്രൈമറി റിലേഷൻഷിപ്പ് ഉള്ളത്. പിന്നെ മോർട്ട്ഗേജിൻ്റെ കേസിൽ വരാം. അപ്പോൾ മോർട്ട്ഗേജറാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ പവർ ഓഫ് അറ്റോർണി ഒക്കെ കൊടുക്കില്ലേ, കസ്റ്റമർ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോണറാവാം. അതുപോലെ കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പം ബാങ്ക് ഒരു ഏജൻ്റ് ആവും, അല്ലെ ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യും. പിന്നെ ബാങ്ക് പ്രധാനപ്പെട്ട വിലപ്പെട്ട സാധനങ്ങൾ അതൊക്കെ വെക്കുമ്പോഴാണ് ബെയിലർ വരിക കേട്ടോ. ഡോക്യുമെൻറ്റ്സൊക്കെ കസ്റ്റമർ ഫോർ സേഫ് കസ്റ്റഡി വരുമ്പോഴാണ് ബെയിലർ വരിക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ബെയിലർ രണ്ട് രീതിയിൽ വരും. അതായത് കസ്റ്റമർ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ട്രസ്റ്റി ബെനഫിഷ്യറിയാണ് വരിക കേട്ടോ, മേജറായിട്ട് വരിക. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി എന്തെങ്കിലും കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഡോക്യുമെൻ്റ് ആവാം, അല്ലെങ്കിൽ സം ഓഫ് മണി ആവാം, എന്തും ആവാം. അതൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ട്രസ്റ്റി ബെനഫിഷ്യറിയും ജുവൽസ്, ഡോക്യുമെൻറ്റ്സ്, അതുപോലെ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി വെക്കുമ്പോഴാണ് ബെയിലർ ആവുക. അത് രണ്ടും ഒന്ന് ക്ലിയർ ചെയ്യപ്പോഴും
തിരിഞ്ഞു പോണത് അതാണ് കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്യാം. അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ ഗാർണിഷി ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാർണിഷി ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഗാർണിഷി ഓർഡറിൽ ഗാർണിഷി ആരാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഗാർണിഷി ആരാണ്? ഗാർണിഷി ആരാണ് എന്ന് വെച്ചാൽ നമുക്ക് പാർട്ടികളെ തന്നെ അറിയണം അല്ലേ. അപ്പോൾ ഗാർണിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കോടതിയാണ്. കോടതി ആരുടെ കോടതിയാണ്? കടക്കാരൻ്റെ ബാങ്കാണ് പിന്നെ ഗാർണിഷി ഓർഡറിൽ വിധി പ്രസ്താവിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഗാർണിഷി എന്ന് പറഞ്ഞാൽ ദ ബാങ്കർ ഈസ് കാൾഡ് ഗാർണിഷി. ഓക്കെ, ബാങ്കറിനെയാണ് ഗാർണിഷി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാങ്കർ ഈസ് കാൾഡ് ഗാർണിഷി. ഗാർണിഷിക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഓർഡർ നിസ്സി ഉണ്ട്, ഓർഡർ ആബ്സല്യൂട്ട് ഉണ്ട്. തൊണ്ടയ്ക്ക് ചെറിയ പിടുത്തമുണ്ട്, ക്ഷമിക്കാട്ടോ. ഗാർണിഷി ഓർഡർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു കോർട്ട് ഓഫ് ലോ, കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ്. ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? കോർട്ടാണ് പുറപ്പെടുവിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പിന്നെ ഭാഗങ്ങളാണുള്ളത്. ഓർഡർ നിസ്സി ഉണ്ട്, ഓർഡർ ആബ്സല്യൂട്ട് ഉണ്ട്. ആദ്യം പാർട്ടികളെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ആൾ കൊടുക്കണില്ല. പക്ഷേ മറ്റയാൾ അറിയാണ് ഇയാളുടെ കയ്യിൽ ഇന്ന അക്കൗണ്ടിൽ ഇന്ന ബാങ്കിൽ പണമുണ്ട്, ഇയാൾ എനിക്ക് തരാതെ കളിപ്പിക്കുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോയിട്ട് ഇന്ന ബാങ്കിലെ ആളുടെ ഇന്ന അക്കൗണ്ടിൽ നിന്നും എനിക്കത് പിടിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ കേസ് കൊടുക്കാം. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്രെഡിറ്റർ ഉണ്ട് അല്ലേ. ക്രെഡിറ്റർക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ അയാളെ പറയുന്നത് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്നാണ്. അയാൾക്കാണ് പണം കിട്ടേണ്ടത്. ജഡ്ജ്മെൻറ്റ് ഡെറ്റർ എന്ന് പറഞ്ഞാൽ കടക്കാരനാണ്, ഡീഫോൾട്ട് നടത്തി മുങ്ങി നടക്കണ ആളാണ് അയാൾ അല്ലേ, ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. അപ്പോൾ പിന്നെ ബാങ്കും ഉണ്ട്. അപ്പോൾ ബാങ്ക് കോടതി എന്താണോ വിധി തരുന്നത് അതിനനുസരിച്ച് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് എമൗണ്ട് ഇയാൾക്ക് കൊടുക്കണം, ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർക്ക് കൊടുക്കണം. അപ്പോൾ ഗാർണിഷി ഓർഡറിലെ ഗാർണിഷി എന്ന് പറഞ്ഞാൽ കടക്കാരൻ്റെ ബാങ്കാണ്, ഡെറ്റേഴ്സ് ബാങ്കാണ്. ഡെറ്റർ ടു ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. ഇയാളുടെയും കടക്കാരനാണ് ബാങ്ക് അല്ലേ. ഈ ഡെറ്ററുടെ കടക്കാരനാണ് ഈ ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതന്നെ ഡെറ്റർ ടു ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ആണ് എന്ത്? ഗാർണിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓർഡർ പ്രസ്താവിക്കുന്നത് കോടതിയാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഉള്ളത്. അപ്പോൾ ഓർഡർ നിസ്സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓർഡർ നിസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടാണ് ഓർഡർ നിസ്സി. കോർട്ട് പറയാണ് ബാങ്കറിനോട് സ്റ്റോപ്പ് പേയ്മെൻറ്റുകളൊക്കെ നിർത്താൻ. അതാണ് ഓർഡർ നിസ്സി എന്ന് പറഞ്ഞാൽ. ഓർഡർ നിസ്സിയാണ് ആദ്യം വരിക. കോർട്ട് ഡയറക്റ്റ് ചെയ്യും ബാങ്കറിനെ ടു സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഓഫ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. ജഡ്ജ്മെൻറ്റ് ഡെറ്ററിലെ ബാലൻസിൽ എന്ത് തന്നെയുണ്ടോ അതൊക്കെ ഇനി ഒന്നും ചെയ്യണ്ട, സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറാണ് ആദ്യം വരിക. അതാണ് ഓർഡർ നിസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് റൂൾ 46 ഓർഡർ 21 സിവിൽ പ്രൊസീജിയർ കോഡ് 1908 ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് കേട്ടോ. ഗാർണിഷി ഓർഡർ പറയുന്നത് റൂൾ 46 ഓർഡർ 21 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 ആണ്. ഗാർണിഷി എന്ന് പറഞ്ഞാൽ ദ ബാങ്കർ ആണ് ഗാർണിഷി. ഓക്കെ, ഗാർണിഷി ഓർഡറിന് 2 ഘട്ടമുണ്ട്, ഓർഡർ നിസ്സിയും ഓർഡർ ആബ്സല്യൂട്ടും. ഓർഡർ ആബ്സല്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ബാങ്കറിനോട് കോടതി പറയുകയാണ് എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യൂ ക്രെഡിറ്റ് ബാലൻസ്. ഈ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ക്രെഡിറ്റ് ബാലൻസിൽ നിന്നും എടുത്തിട്ട് ആർക്ക് കൊടുക്കുക? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററുടെ അക്കൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ്. അതാണ് ഓർഡർ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2ഉം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 2ഉം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ഇതിപ്പോൾ ബേസ് കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്, നെസ്സി ആബ്സല്യൂട്ടും ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ മാർക്ക് ചെയ്തു. ഓക്കെ, റൈറ്റ് ഓഫ് ലീൻ ഈസ് അവൈലബിൾ ഓൺ. റൈറ്റ് ഓഫ് ലീന് അവൈലബിൾ ആവുന്നത് ഏതൊക്കെ കേസിലാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേയബിൾ ടു ഡെറ്റർ, പിന്നെ ഷെയർ സർട്ടിഫിക്കറ്റും ഡിബഞ്ചറും ഇൻ ദ നെയിം ഓഫ് ഡെറ്റർ, ഇൻഷുറൻസ് പോളിസീസ് ഇൻ ദ നെയിം ഓഫ് ഡെറ്റർ. ഡെറ്ററുടെ പേരിലാണ് ഇൻഷുറൻസ് പോളിസി ഉള്ളത്. ഇതിൽ ഏത് കേസിലാണ് നമുക്ക് എന്തെടുക്കാൻ പറ്റുക? റൈറ്റ് ഓഫ് ലീൻ. ബാങ്കറുടെ അവകാശമാണെന്ന് പറഞ്ഞു അല്ലേ ലീൻ പ്രയോഗിക്കാനുള്ളത്. അത് എവിടെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബില്ലിൽ വർക്ക് ചെയ്യാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേയബിൾ ടു ഡെറ്റർ വർക്ക് ചെയ്യാം, റൈറ്റ് ഓഫ് ലീൻ ഉപയോഗിക്കാം. ഷെയർ സർട്ടിഫിക്കറ്റ് ഡിബഞ്ചർ ഇൻ ദ നെയിം ഓഫ് ഡെറ്ററുടെ പേരിലുള്ളതാണല്ലോ, അപ്പോൾ അത് പ്രയോഗിക്കാം.
ഇൻഷുറൻസ് പോളിസീസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻ ദ നെയിം ഓഫ് ഡെറ്റർ, ഇൻ ദ നെയിം ഓഫ് ഡെറ്റർ. ഡെറ്ററുടെ പേരിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ റൈറ്റ് ഓഫ് ലീൻ അവൈലബിൾ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, മിസ്റ്റർ സേവിയർ ഹു ഹാസ് എ എസ് ബി അക്കൗണ്ട് ഉണ്ട് വിത്ത് ദ ബാങ്ക് വാണ്ട്സ് ടു ഗീവ് ഒരു മാൻഡേറ്റ് ഇൻ ഫേവർ ഓഫ് ഹിസ് സൺ. 15 വയസ്സായ ഒരു സണ്ണിൻ്റെ ഫേവറിൽ മാൻഡേറ്റ് കൊടുക്കുന്നു ടു ഓപ്പറേറ്റ് ഹിസ് അക്കൗണ്ട്. ഇൻ ദിസ് കേസ് ബാങ്ക് ഷുഡ്. ഈ സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് പറഞ്ഞിട്ടുള്ളത് നോട്ട് ആക്സെപ്റ്റ് ഇറ്റ് ആസ് ഹിസ് ഓൺ. സൺ ഈസ് എ മൈനറാണ്, അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. ആക്സെപ്റ്റ് ആസ് എ മൈനർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എൻ ഏജൻറ്റ്. അപ്പോയിൻറ്റ് ചെയ്യും, ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും എന്ന് പറയുന്നു. ബാങ്ക് ഷുഡ് ഒബ്റ്റെയിൻ പെർമിഷൻ ഫ്രം കൺട്രോളിങ് ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങും ഇത്തരത്തിലുള്ള മാൻഡേറ്റ് വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടിയിട്ട്. മാൻഡേറ്റ് ആക്സെപ്റ്റ് ചെയ്യും, പക്ഷേ മൈനർ കനോട്ട് ഡ്രോ ചെക്ക് ആസ് എൻ ഏജൻറ്റ്. മൈനർക്ക് ചെക്ക് ഡ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എ മൈനർ ക്യാൻ ഇൻഡോസ് ചെയ്യാം, ആസ് എന്ത് വേണമെങ്കിൽ ചെയ്യാം അല്ലേ, ചെക്ക് ഡ്രാ അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആൾക്ക് ലയബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ആളുടെ സ്വന്തം ഇതിൽ ആൾക്ക് ലയബിലിറ്റി ഇല്ല, പക്ഷേ ഒരു ഏജൻ്റ് അങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഉത്തരം പറഞ്ഞു ആക്സെപ്റ്റ് ആസ് എ മൈനർ. മൈനറെ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യാം ആസ് അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജൻറ്റ്. പക്ഷേ ആൾക്ക് അതുമൂലം വല്ല ലയബിലിറ്റീസും ഉണ്ടായാൽ ആൾക്കത് ബാധകമല്ല എന്നും കൂടി ഓർത്തിരിക്കും. ഓക്കെ, അടുത്തത് നോമിനേഷൻ ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ഇൻ കേസ് ഓഫ് എ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ മൈനർ വേർ ദ അക്കൗണ്ട് ഈസ് ഓപ്പറേറ്റഡ് ബൈ. അതായത് മൈനർ ഫാദർ കൊടുത്തിട്ടുണ്ട്, മൈനസ് മദർ, മൈനർ ഹിംസെൽഫ്, ഓൾ ഓഫ് ദി എബവ്. നോമിനേഷൻ ആക്സെപ്റ്റബിൾ അല്ലാത്ത സന്ദർഭമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ കേസ് ഇവിടെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ മൈനറുടെ പേരിൽ അക്കൗണ്ടാണ്, അപ്പോൾ നോമിനേഷൻ ആവശ്യമില്ലാത്ത സാഹചര്യമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മൈനർ ഹിംസെൽഫ് ആണെങ്കിൽ എന്ത് വേണ്ട, നോമിനേഷൻ ഈസ് നോട്ട് വേണ്ട. പക്ഷേ മൈനറിൻ്റെ ഫാദർ ഗാർഡിയൻ ഓപ്പറേറ്റഡ് ആണെങ്കിൽ, ഫാദർ ഓപ്പറേറ്റഡ് ആണെങ്കിലും മദർ ഓപ്പറേറ്റഡ് ആണെങ്കിലും എന്ത് വേണം, നോമിനേഷൻ വേണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. മൈനർ ഹിംസെൽഫ് ആണെങ്കിൽ നോമിനേഷൻ ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് വന്നിട്ട് ആൻ അക്കൗണ്ട് വിൽ ബി ക്ലാസിഫൈഡ് ആസ് ഇന്നോപ്പറേറ്റീവ് അക്കൗണ്ട് ആണെന്ന്. ഇൻ കേസ് ദർ ഈസ് നോ ഓപ്പറേഷൻ ഇൻ ദ അക്കൗണ്ട്. എത്ര കാലം അങ്ങനെ കിടന്നാലാണ് ഇനോപ്പറേറ്റീവ് ആവുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇനോപ്പറേറ്റീവ് ഡോർമെൻ്റ് അക്കൗണ്ട് ആവാൻ സേവിങ്സോ കറണ്ടോ വിത്ത് ഒരു കസ്റ്റമർ ഇനീഷ്യേറ്റഡ് ട്രാൻസാക്ഷനും ഇല്ല, ഡെപ്പോസിറ്റ്സ് ഇല്ല, വിഡ്രോവൽസ് ഇല്ല, ഒന്നുമില്ല, നെറ്റ് ബാങ്കിങ് ഒന്നുമില്ല. ഓവർ 2 years ആണ് പറയുന്നത് കേട്ടോ. 2 വർഷത്തോളം അങ്ങനെ കിടക്കുമ്പോഴാണ് എന്താവുക, ഡോർമെൻ്റ് ആവുക കേട്ടോ. ഇനോപ്പറേറ്റീവ് ഓർ ഡോർമെൻ്റ് സ്റ്റാറ്റസിലേക്ക് പോവുക. 2 വർഷ കാലയളവാണ് പറയുന്നത്. സോ ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് ബി ആണ്, 2 years. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇനാക്റ്റീവ്. ഇനാക്റ്റീവ് പറയുന്നത് ഓവർ 1 year ആണ് കേട്ടോ, അതും പഠിച്ചു വെച്ചോളൂ. ഇനാക്റ്റീവ് ഓവർ 1 year ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡെഫ് അക്കൗണ്ട് ആണ്. ഡെഫ് അക്കൗണ്ട് എത്രയാണ്, 10 years ഓർ മോർ അല്ലേ, 10 വർഷമോ അതിൽ കൂടുതലാവുമ്പോൾ അത്. അപ്പോൾ 3 ടൈപ്പും പഠിക്കണം. ഇനോപ്പറേറ്റീവ് ഡോർമെൻ്റ് ആവുമ്പം 2 years, ഓവർ 2 years. ഇനാക്റ്റീവ് ആവുമ്പം ഓവർ 1 year. ഡെഫ് ആവുമ്പം ഡെഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 10 വർഷമോ അതിൽ കൂടുതലോ ഒരു ഫണ്ടിന് ഒരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് RBIയുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇൻ കേസ് ഓഫ് ആൻ ഓർഡർ ചെക്ക്. ഓർഡർ ചെക്കാണ്. ഓർഡർ ചെക്കിൽ പേയുടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. വൺ ക്യാൻ ക്ലെയിം ടു ബി ഹോൾഡർ ഇഫ് ഹീ ഈസ് ഡാഷ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ആരായിരിക്കണം ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. പേയി ഓർ എൻഡോസി ആണോ, അതോ ആക്ച്വലി ഫിസിക്കൽ പൊസഷൻ മാത്രം മതിയോ, എ ആൻഡ് ബി രണ്ടും വേണോ, നൺ ഓഫ് ദി എബവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പേയി ഒരു എൻഡോസി ആണെങ്കിലാണ് എന്ത്, ഓർഡർ ചെക്ക് ഹോൾഡർ ആണെന്ന് പറയാൻ പറ്റുക കേട്ടോ. ഓക്കെ, ഓർഡർ ചെക്കിൻ്റെ കാര്യത്തിൽ ഹോൾഡർ ആണെന്ന് അവകാശപ്പെടണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൽ പേയി ഓർ എൻഡോസി ആയിരിക്കണം. അടുത്തത് നമ്മുടെ ചെക്കിൻ്റെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ ഫോർമാറ്റ് ഓഫ് ദ ചെക്ക് ഈസ് ഗിവൺ. നോർമലി ഫോർമാറ്റ് എവിടെയും പറയുന്നില്ല. നമ്മുടെ ചെക്ക് 6 പറയുന്നത് ചെക്ക് പറയുന്നു, പിന്നെ ഇലക്ട്രോണിക് ചെക്ക് പറയുന്നു, പിന്നെ ട്രങ്കേറ്റഡ് ചെക്ക് പറയുന്നു അല്ലേ, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ ചെക്കിൻ്റെ ഫോർമാറ്റ് പറയുന്നത്
ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൻ്റെ ഗൈഡ് ലൈൻസ് 2010 അപ്പോൾ CTS 10 അത് പറയുന്നത് കേട്ടോ. CTS 10 ഇതിനെക്കുറിച്ചിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളും പറയുന്നത്. ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2008 ഓക്കെ. ഇത് പൈലറ്റ് ബേസിസിൽ ന്യൂഡൽഹിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ CTS 2010 എല്ലായിടത്തും CTS സ്റ്റാൻഡേർഡൊക്കെ വന്നു. ഓക്കെ. ചെക്കിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് 1 ലക്ഷം കളക്ഷൻ ഓഫ് ചെക്ക് അപ് ടു 1 ലക്ഷം വരെ ഇൻക്ലൂഡിങ് 1 lakh അപ് ടു 1 lakh ആൻഡ് അപ് ടു 1 lakh. ദർ ഈസ് നോ സർവീസ് ചാർജ് ഫോർ സേവിങ്സ് അക്കൗണ്ട് കസ്റ്റമേഴ്സിന് സർവീസ് ചാർജ് ഇല്ല. പക്ഷേ ഫോർ ചെക്സ് വിത്ത് വാല്യൂ എബവ് ദാറ്റ് അതിന് മുകളിലാണെങ്കിൽ ആൻഡ് ഫോർ അതർ അക്കൗണ്ട് ടൈപ്സ് സേവിങ്സ് മാത്രമല്ല മറ്റ് അക്കൗണ്ട് ടൈപ്സിനും സർവീസ് ചാർജസ് മേ ബി ഡിസൈഡഡ് ബൈ ദ കൺസേൺഡ് ബാങ്കുകൾ തീരുമാനിക്കും. എന്നിട്ട് അവരത് അവരുടെ കസ്റ്റമേഴ്സിന് ചെക്ക് കളക്ഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ നിയമങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആരുമായിട്ട്? അക്കൗണ്ട് ഹോൾഡേഴ്സുമായിട്ട് കേട്ടോ. ഓക്കെ. പിന്നെ CTSൽ ഫിസിക്കൽ ചെക്ക് റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. CTSൽ ഫിസിക്കൽ ചെക്ക് റീറ്റെയിൻ ചെയ്ത് വെക്കണം. പ്രസൻറ്റിംഗ് ബാങ്കാണ് വെക്കേണ്ടത്. കളക്ടിംഗ് ബാങ്കിൻ്റെ കയ്യിൽ കൊടുക്കുന്നില്ല, പ്രസൻറ്റിംഗ് ബാങ്കാണ് വെക്കുക. അത് പേയിങ് ബാങ്കിന് കൊടുക്കുന്നില്ല കേട്ടോ. പേയിങ് ബാങ്കിന് കൊടുക്കുന്നില്ല. ഡു നോട്ട് മൂവ് ടു ദ പേയിങ് ബാങ്കാണ്. പ്രസൻറ്റിംഗ് ബാങ്ക് തന്നെയാണ് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. ലീഗൽ റിക്വയർമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് അത് 10 വർഷം ഫോർ എ പീരിയഡ് ഓഫ് 10 years അവർ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പോയിൻ്റ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. പിന്നെ ഇനിയിപ്പം കസ്റ്റമർക്ക് എന്തെങ്കിലും ഇത് കാണണം, ഈ ചെക്ക് കാണണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ബാങ്കിൽ പോയാൽ നമ്മൾ CTS അയച്ചതാണെങ്കിലും നമുക്കത് വെരിഫൈ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അടുത്തത് 76 ദ ബാങ്ക് ഷുഡ് നോട്ട് പേ എ ചെക്ക് വെൻ ദ പേയി ഈസ്. പേയി ആരായാൽ ബാങ്ക് ചെക്കുകൾ പേ ചെയ്യില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പേയി ഒരു അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവൻ്റ് ആണെങ്കിൽ ബാങ്ക് ചെക്ക് മാറി കൊടുക്കുമോ? മൈനർ ആണെങ്കിൽ കൊടുക്കുമോ? പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ കൊടുക്കുമോ? നൺ ഓഫ് ദി എബവ് ആണ്. അപ്പോൾ അതിൽ മൈനർക്ക് കൊടുക്കും. മൈനർക്ക് കാശിന് ആവശ്യം വന്നാൽ പിന്നെ എന്ത് ചെയ്യും? പക്ഷേ അൺഡിസ്ചാർജ് ഇൻസോൾവൻറ്റിന് കൊടുക്കില്ല കേട്ടോ. അവിടെ കോർട്ട് ഒരു ഒഫീഷ്യൽ റിസീവറെയൊക്കെ വെച്ചിട്ടുണ്ടാവും. ആളാണ് ഇതൊക്കെ ഡീൽ ചെയ്യുക. അൺഡിസ്ചാർജ് ഇൻസോൾവൻറ്റിന് പിന്നെ അവിടെ വലിയ റോളൊന്നുമില്ല. മൈനർക്ക് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേമിന് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഏതൊക്കെ സാഹചര്യത്തിലാണ് കൊടുക്കാതിരിക്കുക എന്ന് നോക്കാം. നമുക്ക് കുറച്ചുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബോറിംഗ് ആണോ എന്നറിയില്ല. നിങ്ങൾ കുറച്ചീശെ കണ്ടോളൂ കേട്ടോ. പോയിൻറ്റുകൾ കുറച്ച് ഉണ്ട്. സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ വന്നാൽ ഡ്രോയർ ഇപ്പം സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ചെക്ക് മാറിക്കൊടുക്കില്ല. ഇൻസഫീഷ്യൻറ്റ് ഫണ്ടാണെന്ന് വെക്കുക. അപ്പം ചെക്ക് ബൗൺസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യില്ല? റെഫർ ടു ഡ്രോയർ എന്ന് പറഞ്ഞിട്ട് മറക്കുക ചെയ്യാം. ഇൻസഫീഷ്യൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് മടക്കും. അക്കൗണ്ട് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ ഡിസീസ്ഡായി ഇൻസോൾവൻ്റ് ആയതിൻ്റെ പേരിൽ ഒക്കെ ക്ലോസ് ചെയ്ത് ഡിസീസ്ഡായി മരണപ്പെട്ടതിൻ്റെ പേരിലൊക്കെ ആണെങ്കിലും എന്തു ചെയ്യും? ചെക്ക് കൊടുക്കില്ല കേട്ടോ. സ്റ്റെയിൽ ചെക്കാണെങ്കിൽ കൊടുക്കുമോ? 3 മാസം കഴിഞ്ഞിട്ടുള്ള ചെക്കാണെങ്കിൽ കൊടുക്കില്ല. 3 മാസം മോർ ദാൻ 3 months ആയാൽ പിന്നെ സ്റ്റെയിൽ ചെക്കായി പിന്നെ കൊടുക്കില്ല. മെറ്റീരിയൽ ആൾട്രേഷൻ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ട്. പക്ഷേ മെറ്റീരിയൽ ഓൾട്രേഷൻ വരുത്തിയാലും അവിടെ ഡ്രോയർ ഫുൾ സിഗ്നേച്ചറിലൊന്ന് വാലിഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമ്മളിപ്പം പണ്ട് തെറ്റി കഴിഞ്ഞാൽ ഇൻവിജിലേറ്ററൊക്കെ മുകളിൽ സൈൻ ചെയ്താൽ മതി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇപ്പം മെറ്റീരിയൽ ആൾട്രേഷൻ ചെയ്തിട്ട് ഈ വാലിഡേറ്റ് ചെയ്യണം ഡ്രോയർ ഫുൾ സിഗ്നേച്ചറിൽ, അല്ലെങ്കിൽ എടുക്കില്ല കേട്ടോ. അതാ പറയണത്. ഇറഗുലർ ആയിട്ടുള്ള എൻഡോഴ്സ്മെൻറ്റ് നടത്തിയ ചെക്കുകൾ വന്നാലും കൊടുക്കില്ല. റോങ്ഫുൾ എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിലും കൊടുക്കില്ല. പേയുടെ നെയിം മിസ്സിങ് ആണെന്ന് വിചാരിക്കുക. അത് അത്ര നിർബന്ധമല്ല. പക്ഷെ ചില കേസുകളിൽ സംശയം തോന്നിയാൽ കൊടുക്കില്ല. ഡൗട്ട്ഫുൾ ഐഡൻറ്റിറ്റി എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, വശപ്പശകുണ്ടല്ലോ എന്ന് തോന്നിയാലും ബാങ്കുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ റൈറ്റ്ഫുൾ പേ ആണോ ഓതറൈസ് ചെയ്ത് തന്നെയാണോ എന്ന് ഡൗട്ട് വന്നാൽ കൊടുക്കില്ല. പ്രശ്നമുണ്ടെങ്കിൽ കൊടുക്കില്ല. അപ്പോൾ ഈ ഒരു കേസുകളിലൊന്നും എന്ത് കൊടുക്കില്ല? ബാങ്ക് മാറിക്കൊടുക്കില്ല കേട്ടോ. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കാം. അടുത്തത് നമ്മൾ വീണ്ടും എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഭാഗം നോക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ധാരാളം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് പറയുന്നത് തന്നെ ഇത് റെസ്ട്രിക്റ്റ് ഫർദർ നെഗോഷിയേഷൻ, അങ്ങനെ ഒരു വാക്ക് തന്നെയുണ്ട് അല്ലേ? ഫർദർ നെഗോഷിയേഷൻ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇറ്റ് പ്രൊഹിബിറ്റ്സ്
പ്രൊഹിബിറ്റ്സ് ഓർ റെസ്ട്രിക്ട്സ് ഫർദർ നെഗോഷിയേഷൻ. അതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്ഷൻ 15 നമ്മുടെ എൻഡോഴ്സ്മെൻറ്റ്. റെസ്ട്രിക്റ്റീവ് 50 കേട്ടോ, 50. അപ്പോൾ ഫർദർ നെഗോഷിയേഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഫർദർ നെഗോഷിയേഷനാണ് ഉത്തരമായിട്ട് വരിക. സെക്ഷൻ 15 എൻഡോഴ്സ്മെൻ്റ് ആണ്. സെക്ഷൻ 50 എന്തു പറയുന്നത്? ഈ ഒരു റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. സെക്ഷൻ 50 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ്. സെക്ഷൻ 50 NI ആക്ടിലെ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ്. നോട്ടിരിക്കുക. റെസ്ട്രിക്റ്റീവ്, കണ്ടീഷണൽ, ക്വാളിഫൈഡ് എന്നൊക്കെ പറയണത് ഈ എൻഡോഴ്സ്മെൻറ്റിനെയാണ്. വിച്ച് റെസ്ട്രിക്ട്സ് ഓർ പ്രൊഹിബിറ്റ്സ് ഫർദർ എൻഡോഴ്സ്മെൻറ്റ് ഓർ നെഗോഷിയേഷൻ എന്ന് പറയുന്നതാണ് റെസ്ട്രിക്റ്റീവ്. മറ്റ് പേരുകൾ പഠിച്ചു വെച്ചോളൂ. കണ്ടീഷണലിനും ചോദിക്കാം, ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റും ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ സാധനം. അതെന്താണാവോന്ന് വിചാരിച്ച് എഴുതാതെ പോരണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇനി നമുക്ക് ഗ്യാരണ്ടിയുടെ ക്ലാസ് നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സമയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് ചോദ്യം വന്നാൽ കിട്ടിയേക്കാം. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഗ്യാരണ്ടി എന്നൊക്കെ. ഗ്യാരണ്ടി, മാൻഡേറ്റ്, പിന്നെ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഗ്യാരണ്ടി ഗിവൺ ബൈ എ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ പർച്ചേസറുടെ ബിഹാഫിൽ അണ്ടർടേക്കിംഗ് ടു പേ ദ സപ്ലയർ ദ കോസ്റ്റ് ഓഫ് എ മെഷീൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇൻസ്റ്റാൾമെൻറ്റ് സ്പ്രെഡ് ഓവർ എ ഫ്യൂ ഇയേഴ്സ്. ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ ഇത് എന്ത് എന്ത് ഗ്യാരണ്ടി ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുക, പഠിക്കുക. ഇൻസ്റ്റാൾമെൻറ്റ് സ്പ്രെഡ് ഓവർ എ ഫ്യൂ ഇയേഴ്സ്, അതാണ് ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി. ഇൻസ്റ്റാൾമെൻറ്റ് സ്പ്രെഡ് ഓവർ എ ഫ്യൂ ഇയേഴ്സ്, ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി. അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ ലോൺ ഈസ് ഗ്രാൻഡഡ് എഗെയിൻസ്റ്റ് ഗുഡ്സിനെതിരെ ലോൺ കൊടുത്തു. ശ്രദ്ധിക്കണം, ലോൺ കൊടുക്കുന്നത് ഗുഡ്സിനെതിരെയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, എൻഷുർ ചെയ്യണം? ദേ ആർ നോട്ട് പെരിഷബിൾ. അത് ചീത്തയാവുന്നതാണോ നോക്കണം. ആർ റെഡ്ലി സെയിലബിൾ ആണോ നോക്കണം, അല്ലേ? കാലപ്പഴക്കം ഇങ്ങനെ കെട്ടിക്കിടന്ന സാധനമാണോ നോക്കണ്ടേ? പെരിഷബിൾ, ചീഞ്ഞ് നാറിയതാണോ നോക്കണം, അല്ലെ കേടാവുന്ന സാധനങ്ങളാണോ നോക്കണം. ദേ ആർ നോട്ട് ഒബ്സലീറ്റ് ആണോ? പ്രൈസ് ക്യാൻ ബി ഈസിലി അസർട്ടൈൻ ചെയ്യാൻ പറ്റുമോ? ദേ ക്യാൻ ബി ഈസിലി ഹാൻഡിൽഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് എന്നും നോക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാം നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുക. ഇതെല്ലാം ബാങ്കർ നോക്കണം. എന്തൊക്കെ ബാങ്കർ നോക്കണം? എന്തിനെതിരെ? ലോൺ ഈസ് ഗ്രാൻഡഡ് എഗെയിൻസ്റ്റ് ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കേണ്ടത് ദേ ആർ നോട്ട് പെരിഷബിൾ ആൻഡ് ആർ റെഡ്ലി സെയിലബിൾ ആയിരിക്കണം. നോട്ട് ഒബ്സലീറ്റ് ആവാൻ പാടില്ല. പ്രൈസ് ഈസിലി അസർട്ടൈൻ ചെയ്യണം. അല്ലാതെ കാലപ്പഴക്കം ചെന്ന സാധനമൊന്നും ആവാൻ പാടില്ല. പെട്ടെന്ന് തന്നെ വിറ്റ് പോണതായിരിക്കണം. ദേ ക്യാൻ ബി ഈസിലി ഹാൻഡിൽഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ആയിരിക്കണം. പെരിഷബിളായിട്ട് നാശമാക്കാൻ പോകുന്ന സാധനങ്ങൾക്കെതിരെ ഗുഡ്സ് കൊടുക്കാൻ പറ്റുമോ? ലോൺ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ലോൺ കൊടുക്കാൻ കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ. അതിൻ്റെ വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ ഫോർ റിസോൾവിങ് കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് അഗെയിൻസ്റ്റ് RBI റെഗുലേറ്റഡ് എൻറ്റിറ്റീസ്. അതാണ് നമ്മുടെ അതിൻ്റെ ആപ്തവാക്യം എന്ന് പറയാം, അല്ലേ? ഒരുപാട് എക്സാമിന് ചോദിച്ചു തോന്നുന്നുണ്ട്, അല്ലേ? 2021. ഇപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ പണ്ട് വന്ന ഡേറ്റ് പഠിക്കണം കേട്ടോ. ജൂൺ 14, 1995 ഫസ്റ്റ് ഓംബുഡ്സ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ. അതുമായി ബന്ധപ്പെട്ട സെക്ഷനും പഠിക്കണം. സെക്ഷൻ 35A ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ നമ്മുടെ ഗുയ്പൊരിയ കമ്മിറ്റി ഉണ്ടല്ലോ, അത് കമ്മിറ്റി ഓൺ കസ്റ്റമർ സർവീസ് 1990 കമ്മിറ്റി ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് പ്രധാന റെക്കമെൻഡേഷൻസ് കൊടുത്ത കമ്മിറ്റിയാണ് കേട്ടോ ഗുയ്പൊരിയ കമ്മിറ്റി. പിന്നെ വീണ്ടും അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റിയാണ്. 2006 ഇവർ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുല്ലോ, അമെൻഡ് ചെയ്തു. അത് നമ്മുടെ സുമാവർമ്മ കമ്മിറ്റി ആയിരുന്നു കേട്ടോ. ആ കമ്മിറ്റി 2006 വന്ന കമ്മിറ്റി. അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം കേട്ടോ. അപ്പോൾ 2 കമ്മിറ്റി പറഞ്ഞു. ഗുയ്പൊരിയ കമ്മിറ്റി, അതിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? കമ്മിറ്റി ഓൺ കസ്റ്റമർ സർവീസ്. ഏതാ വർഷം? 1990. അതിലാണ് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ മേജറായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അപ്ഡേറ്റ് ചെയ്തതും അല്ലെങ്കിൽ അമെൻഡ് ചെയ്തതും സുമാവർമ്മ കമ്മിറ്റി 2006. 2006 വീണ്ടും ഒന്ന് അമെൻഡ് ചെയ്തുല്ലോ. ഇപ്പോൾ പിന്നെ അതെല്ലാം കളഞ്ഞിട്ടാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ IOS 2021 എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. ഇപ്പം അതാണല്ലോ വർക്കിംഗ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ പഠിക്കണം. സെക്ഷൻ 35A ആണെന്നും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ പഠിക്കണം. പിന്നെ അതേപോലെ അപ്പലേറ്റ് അതോറിറ്റി വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പലേറ്റ് അതോറിറ്റി ആരാണ്? RBIയുടെ എക്സിക്യൂട്ടീവ്. പിന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ്
ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അപ്പലേറ്റ് അതോറിറ്റി ഇൻ്റഗ്രേറ്റഡ് സ്കീമിൽ അവർക്കാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻ ചാർജിലാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതിനാണ് കൊടുക്കുക. ഇൻ്റഗ്രേറ്റഡ് സ്കീം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സംഭവങ്ങൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വുഡ് ബി അപ്പലേറ്റ് അതോറിറ്റി അണ്ടർ ദ ഇൻ്റഗ്രേറ്റഡ് സ്കീം. ഒന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ നമ്മുടെ ഇപ്പോൾ 20 ലക്ഷം, അത് ഇനിയിപ്പം ജൂലൈ തൊട്ടിട്ട് 30 ലക്ഷം ആവും. വെൻ്റലഗണിക്ക് ഇപ്പോൾ 1 ലക്ഷമാണുള്ളത്, അത് മാറും. അപ്പോൾ ഇപ്പോൾ പക്ഷേ എക്സാമിന് അത് തന്നെ ചോദിക്കുള്ളൂ. അതപ്പോൾ നമുക്ക് എന്തായാലും ആ സമയത്ത് ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നും അടയ്ക്കേണ്ട കേട്ടോ. കസ്റ്റമർ ഈ ഒരു കംപ്ലൈൻറ്റ് റിസോൾവ് ചെയ്യണതിന് പ്രത്യേകിച്ച് ഫീസൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ചോദിക്കാറുള്ളതാണ് എപ്പോഴും. അപ്പോൾ കമ്മിറ്റികളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നവംബർ 12, 2021 ഡേറ്റ്. നവംബർ 12, 2021 ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അടുത്ത കോഡാണ്. നമ്മളെ ഇനി ബാക്കി 20 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഉള്ളൂ. നമ്മുടെ ഉദ്യമം തീരാനായി. നോക്കാം, വേഗം നോക്കാം. 1078/2026 ജാനുവരി 25, 2026 ക്വസ്റ്റ്യൻ പേപ്പർ. അത് കഴിഞ്ഞ് നമുക്കിനി കിടക്കുകയാണ്. ഫെബ്രുവരിയിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മഞ്ചേരി ഉണ്ട്, പൊന്നാനി ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഇഷ്ടംപോലെ ഉണ്ട്. ബാങ്കിങ് നോക്കാം നമുക്ക് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ബാങ്കിങ് വരുന്നത്. ബാങ്കിങ്ങിൽ നമുക്കൊരു 18 ഈസി ആയിട്ട് വാങ്ങിക്കാം. പ്രശ്നം കോപ്പറേറ്റീവിലോ ഡീപ്പായി ചോദിക്കുന്നുണ്ട്, അത് നോക്കണം. അക്കൗണ്ടൻസി നല്ല വെറൈറ്റി വരുന്നുണ്ട്, അത് നോക്കണം. അപ്പോൾ അതൊക്കെ പക്ഷേ മഞ്ചേരി പൊന്നാനിയൊക്കെ എളുപ്പമായിരുന്നു. കട്ട് ഓഫ് കൂടാനാണ് സാധ്യത. എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറോട് വേഗം തീർക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓഡ് വൺ റിലേറ്റഡ് ടു മൊബൈൽ ബാങ്കിങ് സർവീസസ്. മൊബൈൽ ബാങ്കിങ് സർവീസുമായി ബന്ധപ്പെട്ട് ഓഡ് വൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ബിൽ പേയ്മെൻ്റ് ആണോ, നോ അക്കൗണ്ട് മാനേജ്മെൻ്റ് ആണോ, ഫണ്ട് ട്രാൻസ്ഫർ ആണോ, പേയ്മെൻറ്റ്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഓഡ് വൺ? മൊബൈൽ ബാങ്കിങ് സർവീസുമായി ബന്ധപ്പെട്ട് ഒറ്റയാൻ. നോ അക്കൗണ്ട് മാനേജ്മെൻ്റ് ആണ് ഒറ്റയാനായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം. പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് സ്വദേശി ബാങ്കായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് വന്നത് 1895 ലാഹോറിലാണ്. ഓക്കെ, പക്ഷേ 1894 ചിലതിൽ കാണാണ്ട് കേട്ടോ. ഏപ്രിൽ 12, 1895 കാണാണ്ട്, 1894 കാണാണ്ട്. ഇവിടെ 1894 കേട്ടോ വർഷം വന്നിട്ടുള്ളത്. നിങ്ങൾ രണ്ടും പഠിച്ചോളൂ കേട്ടോ. 1894 സ്റ്റാർട്ട് ചെയ്യുകയും ഓപ്പറേഷൻസ് കമൻസ് ചെയ്യുകയും ചെയ്തതാണ്. എന്ത് 1895 കമൻസ് ആണ് കേട്ടോ. കമൻസിങ് ഇറ്റ്സ് ഓപ്പറേഷനാണ്. ഏപ്രിൽ 12, 1895. അപ്പോൾ രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. രണ്ടും 1894 സ്റ്റാർട്ട് ചെയ്തു. ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 12, 1895 ലാഹോർ ആയിരുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2 ലക്ഷമായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് മേക്കർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആരാ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്? ഡ്രോയർ. മേക്കർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ എന്താ പറയുക എന്നാണ് കേട്ടോ. ഏത് പേരിലാണ് അറിയപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോയർ എന്നാണ് അറിയപ്പെടുക അല്ലേ? ഡ്രോയർ എന്നല്ലേ പറയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതിണ്ടാക്കുന്ന ആൾ ഡ്രോയർ എന്ന് പറയും. ഡിമാൻഡ് ഡ്രാഫ്റ്റ് വാലിഡ്. എത്ര കാലത്തേക്കാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വാലിഡ്? ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നല്ല, നമ്മൾ ചെക്ക് ആയിക്കോട്ടെ, പേ ഓർഡർ ആയിക്കോട്ടെ, ബാങ്കേഴ്സ് ചെക്ക്, അതിൻ്റെയൊക്കെ കാലാവധി ആദ്യം 6 മാസമായിരുന്നു, പിന്നെ 3 months ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 മാസമാണ് കേട്ടോ കാലാവധി. 3 മാസമാണ് കാലാവധി പറഞ്ഞിട്ടുള്ളത്. അത് എന്നാണ്? ഏപ്രിൽ 1, 2012 തൊട്ടിട്ടാണ് അത് ആ കാലാവധിയിലേക്ക് ആയത്. അപ്പോൾ 3 months ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇനി ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആരാണ് നൽകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നത് ബാങ്കുകളാണ് അല്ലേ? ബാങ്കുകളാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നത്. അപ്പോൾ ബാങ്കറാണെന്ന് ഉത്തരം. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ത് ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അതൊരു ബാങ്ക് ഗ്യാരണ്ടി നിന്നിട്ട് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ സഹായിക്കുകയാണ് സെല്ലറിനെ. റിസീവ് പേയ്മെൻറ്റ്സ് അപ്പോൺ സബ്മിറ്റിംഗ്, കുറച്ച് ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത് കറക്റ്റായി കഴിഞ്ഞാൽ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇമ്പോർട്ടറുടെ ബാങ്കാണ്. ഇമ്പോർട്ടറാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടേഴ്സ് ബാങ്കിനോട് ഇത് ഇഷ്യൂ ചെയ്യൂ. ആർക്കാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്? എക്സ്പോർട്ടേഴ്സ് ബാങ്കിന്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടർ ബാങ്ക് ഉണ്ട്, എക്സ്പോർട്ടർ ബാങ്ക് ഉണ്ട്, പിന്നെ ഒരു ഇമ്പോർട്ടറും എക്സ്പോർട്ടറും ഉണ്ട്. 2 ബാങ്കുകളുണ്ട്. ഇവർ പരസ്പരമാണ്. അപ്പോൾ എക്സ്പോർട്ടർ ബാങ്ക് ഈ എക്സ്പോർട്ടർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യും, ഗ്യാരണ്ടി ദ എമൗണ്ട് ഫോർ ഗുഡ്സ് എക്സ്പോർട്ടഡ്. അപ്പോൾ ആ ഡാറ്റകളൊക്കെ കൈമാറും, ഫണ്ടുകളും കൈമാറും.
അപ്പോൾ അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫോറിൻ ബാങ്കിന് ഉദാഹരണം ആണ് ചോദിച്ചിട്ടുള്ളത്. സിറ്റി ബാങ്കാണോ? ബന്ധനും യെസ്സും ആക്സിസും ഒക്കെ നമ്മുടെ ബാങ്കാണ്. ഫോറിൻ ബാങ്ക് ഏതാണ്? സിറ്റി ബാങ്കാണ് കേട്ടോ. ഓക്കെ. ഇനി ബാങ്ക്സ് പ്രൊവൈഡ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ. കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ലോക്കർ എന്ന് വരുമ്പോൾ തന്നെ ഏത് റിലേഷനാണ് വരിക? ലോക്കർ എന്ന് വരുമ്പോൾ തന്നെ ലെസ്സറാണ് വരിക. ലെസ്സിയ. ബാങ്കർ കസ്റ്റമർ ആണോ കസ്റ്റമർ ബാങ്കർ ആണോ എന്ന് നോക്കണം കേട്ടോ. ബാങ്കർ കസ്റ്റമർ ആണെന്ന് നോക്കുമ്പോൾ മാത്രം ലെസ്സി കേട്ടോ, അല്ലെങ്കിൽ തിരിഞ്ഞു പോവേ. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ലെസ്സിയാണ് വരിക. ഇനി RTGSുമായി ബന്ധപ്പെട്ട് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. RTGSുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ RTGSുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. RTGSുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും കൂടി നമുക്ക് നോക്കിയിട്ട് പോകാം. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നാണ് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ, അവിടെ പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നാണ് എന്തിൻ്റെ പേര്? RTGSൻ്റെ ഫുൾ ഫോം അതല്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? വർഷം ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവർ 2005 പറഞ്ഞത്, അല്ല 2004 ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ലോഞ്ച് ചെയ്തത് RBI ആണ്. 2004 ലോഞ്ച് ചെയ്തത്. ഓക്കെ. അപ്പം അത് എന്താണ്? ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് അല്ലേ? ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ആണ്. ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് ഇവിടെ. നെറ്റ് സെറ്റിൽമെൻറ്റ് എന്താണ്? നെറ്റ് സെറ്റിൽമെൻറ്റ് നമ്മൾ എന്തിനാണ് പറയുന്നത്? RTGSൽ എന്താ പറയുന്നത്? ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണെന്നും നെറ്റ് സെറ്റിൽമെൻറ്റ് പറയുന്നത് വെച്ച് തുടങ്ങണം തന്നെയാണ്. NEFTയിലാണ് കേട്ടോ. NEFTയിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. മിനിമം എമൗണ്ട് 2 ലക്ഷം വേണം കേട്ടോ. അത് ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. കുറച്ച് വലുതാണ്, ബൾക്കാണ്. നമുക്ക് 1000, 2000 ഒന്നും അല്ല, 2 ലക്ഷമാണ് പറയുന്നത്. മാക്സിമം എമൗണ്ട് പറയുന്നില്ല കേട്ടോ. ആരാണ് സർവീസ് പ്രൊവൈഡർ? RBI തന്നെയാണ്. RBI ആണ് സർവീസ് പ്രൊവൈഡർ. പിന്നെ കോസ്റ്റ് RTGSന് കൂടുതലാണ് കേട്ടോ. NEFTനേക്കാളും കോസ്റ്റ് കൂടുതലാണ്. എന്തിന്? RTGSന്. ഓക്കെ. അപ്പം ഇതൊരു റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. UTR അറിയും, അതായത് RTGS ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യുന്ന കോഡാണ് UTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് എന്നാണ് പറയുക കേട്ടോ അതിന്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ഇൻ 2005 ആണ്, അല്ല 2004 ആണ്. ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻ ആണെന്ന് പറഞ്ഞു. ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസിന് തന്നെയാണ് RTGS നമ്മൾ പറഞ്ഞ 2 ലക്ഷത്തിന് മുകളിൽ വേണം. സിസ്റ്റം നോട്ട് ഓപ്പറേറ്റഡ് കണ്ടിന്യൂസ്ലി, അങ്ങനെയല്ല, കണ്ടിന്യൂസ്ലി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും അല്ലേ? സ്പീഡ് ഉണ്ട്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം കറക്റ്റാണ്, 4ഉം കറക്റ്റാണ്. അപ്പോൾ 2ഉം ശരിയാണ്. ഇൻട്രൊഡ്യൂസ് ഇൻ 2004 ആണെങ്കിൽ ഇതും ശരിയാവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉത്തരമായിട്ട് കൊടുക്കാമെന്ന് 2ഉം 4ഉം മാത്രമാണ്. ഇൻട്രൊഡ്യൂസ് ഇൻ 2004 ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻ സിസ്റ്റം ഓപ്പറേറ്റഡ് കണ്ടിന്യൂസ്ലി എന്ന് വേണം. സ്പീഡാണ് ഒക്കെ. അപ്പോൾ ഓൾ ഓഫ് ദ കറക്റ്റ് കൊടുക്കായിരുന്നു. ഇപ്പോൾ 2 തെറ്റ് കാരണം 2ഉം 4ഉം മാത്രം കൊടുത്താൽ മതി. ഇൻ ദ കേസ് ഓഫ് പ്ലഡ്ജിൻ്റെ കേസിൽ പൊസഷൻ ഓഫ് സെക്യൂരിറ്റി ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചത് കേട്ടോ. പൊസഷൻ ഓഫ് സെക്യൂരിറ്റി ആരുടെ കയ്യിലാണ്? പ്ലഡ്ജ് ക്രെഡിറ്ററുടെ കയ്യിലാണ് കേട്ടോ. ക്രെഡിറ്റർക്ക് നമ്മൾ പ്ലഡ്ജിൽ പണയം വയ്ക്കുമ്പം സാധനം കൊടുക്കും. പൊസഷൻ അവരുടെ കയ്യിൽ, ഓണർഷിപ്പ് കൊടുക്കുന്നില്ല, പക്ഷേ പൊസഷൻ അവരുടെ കയ്യിലാവും. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലെയ്റ്റൺ കേസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇത് ഏത് ആക്ടിലാണ്? നമ്മൾ പറഞ്ഞു ക്ലെയ്റ്റൺ കേസ്. ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കഷനിൽ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞു. സെക്ഷൻ 61 ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. സെക്ഷൻ 61മായി ബന്ധപ്പെട്ടത് 59 പറഞ്ഞു, 60 പറഞ്ഞു, 61 പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കോട്ടോ. 59 പറഞ്ഞു നമ്മൾ, 60 പറഞ്ഞു നമ്മൾ. എവിടെയാണ് നമ്മൾ പറഞ്ഞത്? അത് നിങ്ങൾ ഓർത്ത് കണ്ടുപിടിക്കും. ഓക്കെ. ക്ലെയ്റ്റൺ കേസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഏത് അക്കൗണ്ടുകൾക്കാണ് ക്ലെയ്റ്റൺ കേസ് ബാധകമെന്ന് പറഞ്ഞു. പിന്നെ ക്ലെയ്റ്റൺ കേസ് ഏത് റൂൾ പ്രകാരമാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. വീണ്ടും ചോദിച്ചിട്ടുണ്ട് ക്ലെയ്റ്റൺ കേസ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ കറൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ ഫീച്ചറാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഹൈ ട്രാൻസാക്ഷൻ വോളിയം. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് ഇല്ലേ? ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ഇൻട്രസ്റ്റ് ബിയറിംഗ് ബാലൻസ്. ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ അല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കാണ് കറണ്ട് അക്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. 1ഉം 2ഉം
ഓക്കെ, അപ്പോൾ ഉത്തരം വരിക ബി ആണ് കേട്ടോ. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയുള്ളത്. അപ്പോൾ ഓരോ എണ്ണം വായിച്ച് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം ആൻസറിലേക്ക് വരിക. ഇനി KCC അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? KCC അക്കൗണ്ട് എന്തിനുള്ളതാണ്? ഹൗസ് ഹോൾഡ് കൺസംഷൻ നീഡ്സ് ഉണ്ട്, പോസ്റ്റ് ഹാർവസ്റ്റ്. പണ്ട് അഗ്രികൾച്ചറൽ മാത്രമായിരുന്നു, അലൈഡ് ആക്ടിവിറ്റീസ് 2009 കൂട്ടിച്ചേർത്തു. പോസ്റ്റ് ഹാർവസ്റ്റ് എക്സ്പെൻസ്, ഹാർവസ്റ്റിന് മുന്നേയുള്ള എക്സ്പെൻസസും ഷോർട്ട് ടേം ക്രെഡിറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആണ് KCCയിൽ വരിക കേട്ടോ. ഓക്കെ, സെക്ഷൻ 52 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ സെക്ഷൻ 52 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പറഞ്ഞു എൻഡോഴ്സ്മെൻറ്റിലെ സാൻസ് റീകോസ് എൻഡോഴ്സ്മെൻറ്റ് സെക്ഷൻ 52 ആ ഭാഗം നമ്മൾ പഠിച്ചതാണ്. 93 ഉത്തരം സാൻസ് റീകോസ് എൻഡോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കുക. അടുത്തത് നമ്മുടെ മോർട്ടേജിൻ്റെ ഭാഗമാണ്. മോർട്ടേജ് നമ്മൾ പറഞ്ഞു, സെക്ഷൻ വൈസൊക്കെ നമ്മൾ പഠിച്ചു. 2ഓ അതിലധികമോ മോർട്ടേജ്, നമ്മൾ സെക്ഷനാണ് പഠിച്ചത്. കോമ്പിനേഷൻ 2ഓ അതിലധികമോ കോമ്പിനേഷൻ വരുന്ന മോർട്ടേജ് ഏതാണ്? അനോമലസ് ആണ് കേട്ടോ. അനോമലസ് മോർട്ടേജ് ആണ്. കോമ്പിനേഷൻ ഓഫ് 2 or more ഫോംസ് ഓഫ് മോർട്ടേജ് എന്ന് പറയുന്നത് അനോമലസ് ആണെന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അനോമലസ് ആണ്. യൂസഫ്രക്ചറിൽ സാധനങ്ങളും അതിൽ നിന്നുള്ള സാധനങ്ങളും കൂടി നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് യൂസഫ്രക്ചറിയുടെ ഇത്. അപ്പോൾ അതും ചോദിക്കാറുണ്ട് ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് 2 or more ഫോംസ് വെച്ചാൽ അനോമലസ് ആണ്. നബാർഡിൻ്റെ ചെയർമാൻ ആരാണ്? നബാർഡിൻ്റെ ചെയർമാൻ ഷാജി KV ആണ്. ഓക്കെ, പിന്നെ ദ സെൻട്രൽ അക്കൗണ്ടിങ് സെക്ഷൻ RBI ലൊക്കേറ്റ് ചെയ്തത് എവിടെയാണ്? നാഗ്പൂരാണുള്ളത് കേട്ടോ. സെൻട്രൽ അക്കൗണ്ടിങ് സെക്ഷൻ ഓഫ് RBI. അപ്പോൾ RBIയുടെ ആ ഒരു ഓഫീസ് സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കി പോയിക്കൊള്ളൂ കേട്ടോ, ചിലപ്പോൾ ചോദിക്കാം. ഫ്രം ദ ഫോളോയിങ് സെലക്ട് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റാണ്. റിവാർഡ് ഉണ്ട്, കൺവീനിയൻസ്, ഫ്രോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓൾ ഓഫ് ദി എബവ് ഉണ്ട്. ഏതാണ്? ഓൾ ഓഫ് ദി എബവ് ആണ് അല്ലേ. ഓൾ ഓഫ് ദി എബവ് ആണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ തന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്മോൾ അക്കൗണ്ട് ഇനീഷ്യലി സ്മോൾ അക്കൗണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയും 12 മാസത്തേക്കാണ് ഈ അക്കൗണ്ട് കൊടുക്കുക. നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ കൊണ്ടുവന്ന് തന്നാൽ പിന്നെ അത് നോർമൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇനിയിപ്പം 12 മാസം കൊണ്ട് ഇപ്പം വിദേശത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബംഗാളികളൊക്കെ ദൂരെ വന്ന് താമസിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് ചിലപ്പം അവരുടെ ആധാർ കാർഡ് പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് 12 മാസം കൊണ്ട് റെഡി ആയില്ലെങ്കിൽ അടുത്ത ഒരു എക്സ്റ്റൻഷൻ പോലെ 12 മാസം കൂടി കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ എന്തായാലും റെഡിയാക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ 12 months ആണ് പറയുന്നത് സ്മോൾ അക്കൗണ്ടിൽ പറയുന്നത്. ഇനീഷ്യലി 12 മാസമാണ് അതിന് വാലിഡിറ്റി ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ പഴയ രൂപത്തിലേക്ക് മാറ്റുക എന്ന് പറയാം. Paytm എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. Paytm ഒരു പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് Paytm എന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പിന്നെ റെഗുലേറ്റർ. ഓഗസ്റ്റ് 2010 Paytm ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. പേ ത്രൂ മൊബൈൽ എന്ന് പറഞ്ഞ ഫൗണ്ടർ വിജയ് ശേഖർ ശർമ്മയാണ്. Paytm പ്രൈമർലി ക്ലാസിഫൈഡ് ആസ് സെമി ക്ലോസ്ഡ് പ്രിപ്പയർഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അത് ക്ലാസിഫൈ ചെയ്തത് RBI ആണ് കേട്ടോ. RBI ആണ്. Paytm ഗവൺമെൻറ് അല്ല കേട്ടോ, അതൊരു വിജയ് ശേഖർ ശർമ്മ, അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് നോയിഡ ഉത്തർപ്രദേശിൽ വലിയൊരു കമ്പനിയാണ് കേട്ടോ. ഗവൺമെൻറ്റുമായിട്ട് ഒരുപാട് എൻറ്റിറ്റികളുണ്ട് എന്ന് വെച്ചിട്ട് അത് ഗവൺമെൻറ് ഓൺഡൊന്നും അല്ല, പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിൽ തന്നെയാണുള്ളത്. പ്രൈവറ്റ് ഷെയർ ഹോൾഡിങ്സ് ആണ് അതിലുള്ളത്. പിന്നെ നോയിഡ ഉത്തർപ്രദേശിലാണ് അവരുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം തുടക്കത്തിൽ ചെറുതായിട്ട് വന്നതാണെങ്കിലും പിന്നെ വമ്പൻ ആയി. ഇപ്പോൾ എല്ലാ മേഖലയിലും Paytmൻ്റെ എന്തുണ്ട്, ഒരുപാട് മേഖലയിലേക്ക് പടർന്നു പന്തലിച്ചു അവരെന്ന് പറയാം. ഓക്കെ, ആഗസ്റ്റ് 2010 2 മില്യൺ വിജയ് ശേഖർ വർമ്മ നോയിഡയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് ഒരു പ്രീപെയ്ഡ് മൊബൈൽ DTH റീചാർജ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പം പല എല്ലാ മേഖലയിലും ഡെബിറ്റ് കാർഡും പെയ്ഡ് മൊബൈൽ കാർഡും ലാൻഡ് ലൈൻ ബില്ലും എല്ലാം വന്ന് അപ്പോൾ അവരിങ്ങനെ പടർന്ന് പന്തലിച്ച് വന്നിരിക്കുകയാണ്. ഓക്കെ, അതാണ് Paytm. അപ്പോൾ RBI ആണ് അതിനെ ഒരു സെമി ക്ലോസ്ഡ് പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആക്കി ക്ലാസിഫൈ ചെയ്തത് എന്നാണ് പറഞ്ഞത് കേട്ടോ. RBIയുടെ ഗൈഡ് ലൈൻസ് ഇവർ പാലിക്കണമല്ലോ, അതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ സെക്ടേഴ്സാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സെക്ടേഴ്സ് ഏതൊക്കെയുണ്ട്? സ്റ്റാർട്ടപ്പുകളുണ്ട് കേട്ടോ. അതേഴ്സിൽ സ്റ്റാർട്ടപ്പുകൾ വരും.
അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഇല്ല എന്ന് വിചാരിച്ച് സ്റ്റാർട്ടപ്പ് ഒഴിവാക്കരുത്. സർട്ടൻ സ്റ്റാർട്ടപ്പുകൾ വരും, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വരും, റിന്യൂവബിൾ എനർജി വരും, ഹെൽത്ത് കെയർ വരും. അപ്പോൾ എല്ലാം ഉണ്ട്. ഡി ആണ് 1 2 3 4 ഇതെല്ലാം ഉള്ളത് തന്നെയാണ്, എലിജിബിൾ കാറ്റഗറീസ് തന്നെയാണ്. അഗ്രികൾച്ചർ വരും, MSME വരും, എഡ്യൂക്കേഷൻ വരും, ഹൗസിംഗ് വരും, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വരും, റിന്യൂവബിൾ എനർജി വരും. അതിലാണ് അതേഴ്സ് കേട്ടോ. അതേഴ്സിലാണ് ഈ നമ്മുടെ ആദ്യം പറഞ്ഞ എന്ത് വന്നു, സ്റ്റാർട്ടപ്പുകൾ. RRBയുടെ ടാർഗറ്റ് എത്രയാണ്? 75% ടോട്ടൽ. പിന്നെ RRBയുടെ ടാർഗറ്റ് അഗ്രികൾച്ചറിൽ 18, സ്മോൾ ആൻഡ് മാർജിനലാണെങ്കിൽ 8, അതിൽ നിന്ന് 8 സ്മോൾ ആൻഡ് മാർജിനലിന് കൊടുക്കണം കേട്ടോ. മൈക്രോക്ക് 7, വീക്കറിന് 15 പറയുന്നത്. പിന്നെ ഡൊമസ്റ്റിക് ആണെങ്കിൽ RRB അല്ലാത്ത ഫോറിൻ ബാങ്കുകളും 20 ബ്രാഞ്ച് കൂടുതലുള്ളവർ 40% മാറ്റി വയ്ക്കേണ്ടത്. ഫോറിൻ ബാങ്കുകൾ ലെസ് ദാൻ 20 ബ്രാഞ്ചിൽ കുറവുള്ളതും 40% തന്നെയാണ് പറയുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ 60 പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ 60 ഉണ്ട്, മൈക്രോ എൻ്റർപ്രൈസ് 7.5 ഉണ്ട്, അഡ്വാൻസസ് ടു വീക്കർ സെഷൻ അത് 12% പറയുന്നത്. ഇത് UCBD ആണ് കേട്ടോ. ഇത് UCBD ആണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ചിലപ്പോൾ UCBD ആണ് ചോദിക്കാറുള്ളത്, അപ്പോൾ അതുകൊണ്ട് UCBD ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. UCBയുടെ ടാർഗറ്റ് 60% ആണ് കേട്ടോ. UCBയുടെ ടാർഗറ്റ് 60% ആണ്. മൈക്രോ എൻ്റർപ്രൈസസിന് 7.5%, അഡ്വാൻസസ് ടു വീക്കർ സെക്ഷൻ 12% ആണ്. ഓക്കെ, പിന്നെ നോക്കേണ്ടത് ആരുടെയാണ്? RRBയുടെ ആണ് കേട്ടോ. RRBയുടെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. RRBയുടെ ടാർഗറ്റും ഒന്ന് നോക്കി പോയിക്കോളൂ. മറ്റവരുടെ നോക്കണ്ടെന്നല്ല, ചിലപ്പോൾ ഇതാണ് കൂടുതലായിട്ട് ചോദിച്ച് കാണാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിജയകരമായിട്ട് നമ്മുടെ 100 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കൾ ഇതിൻ്റെ നോട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് റിവൈസ് ചെയ്തോളിട്ടോ. എല്ലാവരും കട്ട് ഓഫൊക്കെ കൂടി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും പഠിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.